Good afternoon, everyone. Welcome to 2025. 2025 ആദ്യത്തെ സൺഡേ ചർച്ച. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ സൺഡേ ചർച്ച പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോസ് ചെയ്ത് വെച്ചത് കാരണം ഓരോരുത്തരും ഓരോ തിരക്കുകൾ കാരണമാണ് നമ്മളത് പോസ് ചെയ്തത്. പിന്നെ വീണ്ടും നമ്മളത് കൊണ്ടുവരികയാണ്. നമ്മള് 2025 ആദ്യത്തെ സൺഡേ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ഈ സൺഡേ ചർച്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇന്ന് മുതലുള്ള സൺഡേ ചർച്ചകൾക്കെല്ലാം നമുക്ക് 1 മണിക്കൂർ നേരം ഒരു എക്സ്പേർട്ട് ലെവൽ ടോക്ക് ഉണ്ടാവും. ഇനി മുതൽ 3 മണി മുതൽ 4 മണി വരെ ഒരു എക്സ്പേർട്ട് ലെവൽ ടോക്കും, അത് കഴിഞ്ഞാല് നമ്മള് 4 മണി മുതൽ 5 മണി വരെ സാധാരണഗതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. അത് SEOനെ കുറിച്ച് മാത്രം ചോദിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് എന്ത് സബ്ജക്റ്റിനെ കുറിച്ചും ചോദിക്കാം. ഓക്കെ, എന്ത് സബ്ജക്റ്റിനെ കുറിച്ചും ചോദിക്കാം. ആ സബ്ജക്റ്റിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പാനലിലുള്ള ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്തിരുന്ന അതേ പ്രൊസീജിയർ തന്നെ. അപ്പൊ 4 മണി മുതൽ 5 മണി വരെ അത് ചെയ്യാം. അതുപോലെ തന്നെ 3 മണി മുതൽ 4 മണി വരെ ഈ ഡിസ്കഷനും, അത് കഴിഞ്ഞാൽ 4 മണി മുതൽ 5 മണി വരെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ സാധാരണഗതിയിലുള്ള ഡിസ്കഷനൊക്കെ നടത്താം. അപ്പൊ അത് അങ്ങനെ ഒരു ചിന്ത വെക്കാനൊരു കാരണം ഉണ്ട്. ആ കാരണം ഞാൻ പറയാം. കാരണം എന്താ വെച്ചാല് നമ്മളെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ചേഞ്ചുകൾ വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ. ഇൻഡസ്ട്രിയിൽ ഒരുപാട് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചുകൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഡസ്ട്രിയിലെ പുതിയ പുതിയ ചേഞ്ചുകളെല്ലാം മനസ്സിലാക്കുന്ന ഒരു തലമുറനെ ഇവിടെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഇവിടെ വളർത്തിയെടുക്കണം എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബേസിക് സബ്ജക്റ്റിനെ കുറിച്ച് ഏതെങ്കിലും ഒരു എക്സ്പേർട്ട് ലെവൽ ടോക്ക് നടത്തണം എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ ശ്യാം സാർ ഇട്ട വിഷയം സംസാരിച്ചു. ശ്യാം സാർ അതിന് ഓക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന SEOനെ കുറിച്ചിട്ടാണ്. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പല വിഷയങ്ങളെ കുറിച്ചും സംസാരിക്കാം. പെയ്ഡ് ആഡ് ആയിരിക്കാം, പിന്നെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ആയിരിക്കാം, ഗ്രോത്ത് ആയിരിക്കാം, SEOന്റെ തന്നെ പല തലങ്ങളായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് ഉദ്ഘാടനം കഴിക്കാം. ഇന്ന് ഒരു 40 മിനിറ്റോളമാണ് സാറെ പ്രസന്റേഷൻ ഉണ്ടാവുക. 40 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് നേരം നമ്മളെ സംബന്ധിച്ചിടത്തോളം 20 മിനിറ്റ് നമുക്ക് ആ വിഷയത്തെ കുറിച്ചിട്ടുള്ള ജനറൽ ഡൗട്ടുകൾ ചോദിക്കാം. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള 1 മണിക്കൂർ നേരം നിങ്ങൾക്ക് SEOനെ കുറിച്ചിട്ടോ സോഷ്യൽ മീഡിയനെ കുറിച്ചിട്ടോ ആഡിനെ കുറിച്ചിട്ടോ, ഈ ഗ്രൂപ്പിലുള്ള ഈ ഡിസ്കഷൻ ഫോറത്തിൽ 52 പേരുണ്ട്. ഇതിലുള്ള ആർക്ക് വേണമെങ്കിലും അത് ആൻസർ ചെയ്യാം. ഓക്കെ, പിന്നെ ഇനി അടുത്ത ആഴ്ചകളിൽ ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടിയത് വെച്ചാൽ ആ ക്ലാസ് വേണ്ടിയ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയുള്ള പാനലിനോട് പറഞ്ഞു കൊടുക്കുക. പാനലിനോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പാനല് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫാക്കൽറ്റി പിറ്റത്തെ ആഴ്ചകൾക്ക് റെഡിയാക്കിയിട്ട് ആ ഫാക്കൽറ്റി ആ വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതാണ്. താങ്ക് യു മിസ്റ്റർ അഭിനവ് ആൻഡ് ഒരുപാട് പേര് ഇതിന്റെ ബാക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും പേരിപ്പോ എനിക്ക് എടുത്ത് പറയാൻ കഴിയുന്നില്ല. എല്ലാവരും ഞാൻ നന്ദി അറിയിക്കുന്നു ആദ്യം. പിന്നെ അത്രമാത്രം കഷ്ടപ്പെട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ വിഷയത്തിനെ ഇങ്ങനൊരു സ്ട്രക്ചറിലേക്ക് എത്തിച്ചത്. ഷഫ്ന ഇതിൽ കോർഡിനേറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് എല്ലാവരുടെ പേരും അറിയില്ല. നെബു നെൽസൺ, ഷഫ്ന, അഭിനവ്, പിന്നെ റിസ്വാന, ഞാൻ ഓർത്തെടുക്കുകയാണ്. അപ്പൊ അവരെ 4 പേരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഇന്നത്തെ സൺഡേ ചർച്ചയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹബ്ബും ഷീ ലീഡ്സും ഡിജിറ്റൽ ബൈറ്റ്സും കൂടിയിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ടാണ് ഇനിയുള്ള എല്ലാ സൺഡേ ചർച്ചകളും നടക്കുക. അപ്പോ അങ്ങനെ സൺഡേ ചർച്ചകൾ നടക്കുന്നതോടുകൂടി എല്ലാ കമ്മ്യൂണിറ്റികളും ഒരു കൃത്യമായ ഡിസ്കഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ ഇനി അധികം സംസാരിക്കുന്നില്ല. സാർക്ക് ഞാൻ ബാറ്റൺ കൈമാറാണ്. ശ്യാം സാറെ, നിങ്ങൾക്ക് തുടങ്ങാം. അപ്പോ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. കേട്ടാലല്ലേ? ക്ലിയർ ആണോ?
ക്ലിയർ ആണ്, കേൾക്കാം. ഓക്കെ, അപ്പോ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് SEO നമുക്കറിയാം കുറെ അധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ശരിക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കേണ്ട ഒരു ഫീൽഡാണ് SEO. എല്ലാ ഫീൽഡും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഡ്രാമാറ്റിക്കലായിട്ട് ഒരു ചേഞ്ചസ് വരാൻ പോകുന്ന ഒരു ഫീൽഡ് തന്നെയാണ് SEOന്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഫോർകാസ്റ്റ് ചെയ്യാന്ന് തന്നെ പറയും. നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്തിരുന്നില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും. നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഭാവിയിൽ നമ്മൾ എഴുതുന്ന കണ്ടന്റ് ആരെങ്കിലും വായിക്കുമോ? തോന്നുന്നുണ്ടോ നമ്മൾ എഴുതുന്ന കണ്ടന്റ് ആരെങ്കിലും വായിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എഴുതുന്ന കണ്ടന്റ് ഭാവിയിൽ ആരും എന്ന് ഞാൻ പറയുന്നില്ല, 100% സെർച്ചുകളിൽ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷന് വേണ്ടി നടക്കുന്ന ഇൻഫോർമേഷൻ പോലീസിന്റെ കേസാണോ ഞാൻ പറയുന്നത്, 100% കേസുകളിൽ ഒരു 80 അറ്റ്ലീസ്റ്റ് ഒരു 80-90% സംഭവങ്ങളിലും അവർ നമ്മളുടെ കണ്ടന്റ് വായിക്കില്ല. നമ്മൾ സൈറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടന്റ് വായിക്കില്ല. പകരം മറ്റൊരു മെഷീൻ എന്തിനെങ്കിലും ആയിട്ടുള്ള മറ്റൊരു പ്രോഗ്രാമായിരിക്കും അവന് വേണ്ടി നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് വായിച്ച് മനസ്സിലാക്കി അവന് വേണ്ട ഭാഷയിൽ അവന്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവന് പറഞ്ഞു കൊടുക്കുന്നത് മറ്റൊരാളായിരിക്കും. അല്ലേ? ChatGPT അടക്കം ഇപ്പൊ അതല്ലേ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ChatGPTയിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ആ സൈറ്റിൽ അതേ കണ്ടന്റ് ആണോ കാണിച്ചിരുന്നത്? അല്ല, അവൻ നമ്മൾക്ക് വേണ്ടി വെബ്സൈറ്റുകളിൽ തിരഞ്ഞു, വെബ്സൈറ്റുകളിൽ നിന്ന് കണ്ടന്റ് വായിച്ച് മനസ്സിലാക്കി അവൻ എന്റെ ഇഷ്ടത്തിന് എനിക്കറിയേണ്ട രീതിയിലാണ് അവൻ എനിക്ക് കാണിച്ചിരുന്നത്. അപ്പൊ അതെല്ലാം ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ആ ഒരു രീതിയിലേക്കൊക്കെ മാറും. അപ്പോ ഇതിപ്പോ എന്റെ ചിന്താഗതികളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ ഉറപ്പായിട്ടും SEOയില് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും. കാരണം ശരിക്കും നന്നായിട്ട് കണക്കും. ടെക്നിക്കൽ സൈഡിലേക്ക് വളരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും ഇനി അങ്ങോട്ടേക്ക്. കാരണം നമ്മളിനി എഴുതുമ്പോൾ ഇടക്കാലത്ത് ഇപ്പൊ ഒരു കാലത്ത് പണ്ട് മെഷീൻസിന് വേണ്ടി എക്സാമ്പിൾ ആണ് ഗൂഗിളിന് പിങ് അതിനൊക്കെ വേണ്ടി തന്നെയായിരുന്നു ഒരു കാലത്ത് നമ്മൾ ഇത് ചെയ്തിരുന്നത്, SEO ചെയ്തിരുന്നത്. കണ്ടന്റ് എഴുതുന്നതും അതേപോലെയായിരുന്നു. പിന്നീട് വന്ന് ആളുകൾക്ക് വേണ്ടി എവിടുന്ന് സൗണ്ട് കയറി വരുന്നുണ്ട് കേട്ടോ, ആളുകൾക്ക് വേണ്ടി എഴുതലായി. ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡൊക്കെ ആ സമയത്ത് വന്നതാണ്. പക്ഷെ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് വന്ന സമയത്ത് ആളുകൾ ഹാപ്പി ആയിരുന്നു, പക്ഷേ സെർച്ച് എഞ്ചിൻസിന്റെ പ്രോഗ്രാംസ് ഹാപ്പി അല്ലാതെ. കാരണം മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് ഇന്ത്യൻ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ പതുക്കെ ആളുകൾ SEOയില് ഇതിന് രണ്ടിനും വേണ്ടി എഴുതാൻ തുടങ്ങി. ഇപ്പോഴത്തെ കാര്യം അതാണ് ശരിക്കും പറഞ്ഞാൽ. രണ്ടിനും വേണ്ടി ഒരേ സമയം തന്നെ നമ്മൾ സെർച്ച് എഞ്ചിൻസിന് വേണ്ടിയും എഴുതും മീൻസ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലും പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ യൂസറുടെ ഇന്റന്റും നോക്കി ആയിരിക്കും നമ്മൾ ചെയ്യുക. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഒരുത്തരെ കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും AI ബേസ്ഡ് ഇന്റർപ്രിറ്റേഴ്സ്. അതായത് ഇപ്പോ AIക്ക് ഫീഡേഴ്സ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻസ് ആണ്. സെർച്ച് എഞ്ചിൻസ് എന്നാണ് AIക്ക് വേണ്ട കണ്ടന്റ്സ് പേജസ് എല്ലാം കിട്ടുന്നത്. പക്ഷെ അവരുടേതായ ഒരു ഇന്റർപ്രിട്ടേഷൻ അഡീഷണൽ നടക്കുന്നുണ്ട്. അവരെങ്ങനെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന അവിടെ വളരെയധികം ടെക്നിക്സ് ഒക്കെ കടന്നു വരുന്നുണ്ട്. അപ്പോ അതിനും കൂടിയും കൺസിഡർ ചെയ്തിട്ട് ഇനി എഴുതേണ്ടി വരും. പക്ഷെ അൾട്ടിമേറ്റ്ലി യൂസേഴ്സ് ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്നത് കുറയും തോറും പതുക്കെ ഈ എവല്യൂഷൻ പോകുന്നത് നമ്മൾ ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ ഒരു ഫീഡേഴ്സ് ആയിട്ട് മാത്രം വർക്ക് ചെയ്യുന്നത്. അതൊന്നും അധികം വിദൂരമൊന്നുമല്ല. എന്റെ കാഴ്ചപ്പാട് നെക്സ്റ്റ് ഒരു 2-3-4 വർഷത്തിനുള്ളിൽ നമ്മളെല്ലാം ഇത്തരം ഇതിനെ ഫീഡ് ചെയ്യുന്ന ഇത് മാത്രം തീരും. ഒരു കണ്ടന്റോ ഒരു സ്ട്രക്ചറിലോ ഏതൊരു രീതിയിൽ നമ്മളത് ഫീഡ് ചെയ്യുന്നത് മാത്രം. അപ്പൊ അവിടെ ഇഷ്ടംപോലെ ടെക്നിക്കൽസ് കടന്നു വരും. നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ SEOയില് നിങ്ങള് എല്ലാ ഏരിയയും കണ്ടന്റിന്റെ ഏരിയ ആണെങ്കിലും ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ഒക്കെ സ്ട്രോങ് ആയിട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. എന്തിനാണ് അവരതിന് എന്തിനാണ് ഓരോ ഏരിയയിലും പേറ്റന്റുകൾ എടുക്കുന്നുണ്ട്, അവരത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, എന്താണ് ഇവരെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് SEO ഫോക്കസ്ഡ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ ഓക്കെ. പിന്നെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇതിനകത്ത് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ഒരു ശരിക്കും പറഞ്ഞ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ SEOന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയാവുന്ന ഒരു ഏരിയയാണ് ഞാൻ പറഞ്ഞത് എന്റിറ്റി. ഈ AV എന്റിറ്റി എന്ന് കേട്ടവർ അല്ലെങ്കിൽ അതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണോ? വെള്ളം കുടിക്കാനുള്ള ഒരു സമയം കിട്ടുമല്ലോ, അതിനാണ്. ഹാൻഡ് റൈസ് ചെയ്യോ? അവര് 2-3 പേരേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഈ NDT-യിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ പഴയ കാലത്തിലേക്ക് പോവാം. നമുക്കാദ്യം നിങ്ങൾക്കറിയാം ഒരു കാലത്ത് നമ്മൾ
കീവേഡ്സ്. നമ്മൾ ഗൂഗിളിൽ എവിടെയാണ് സെർച്ച് എഞ്ചിൻസിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ വാക്ക് ഒരു കീവേഡാണ്. അന്നത്തെ കാലത്ത് വേറെ വലിയ ബുദ്ധിപരമായിട്ടുള്ള പ്രോഗ്രാമിങ്ങോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ അങ്ങനത്തെ ഇംപ്ലിമെന്റേഷൻസ് ഒന്നും തന്നെ ഇല്ല. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഒരു സംഭവങ്ങളൊന്നുമില്ല. അവരാകെ നോക്കിയിരുന്നത് ഒരാൾ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നു, കീവേഡ് സെർച്ച് ചെയ്യുന്നു, ആ കീവേഡ് ഉള്ള ഡോക്യുമെന്റ്സുകളും ആ കീവേഡ് എടുത്തുകൊണ്ട് പോവാ. ആ കീവേഡും അവരുടെ കയ്യിൽ കുറെ ഡോക്യുമെന്റ്സുകളുണ്ട്. വെബ്സൈറ്റിൽ ഇഷ്ടംപോലെ വെബ്സൈറ്റുകളും വെബ് പേജസ് ഒക്കെ ഉണ്ട്. ആ പോയിട്ട് ഈ കീവേഡ് ഉള്ള സൈറ്റ് പിക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ ഒരു കാലത്ത് അവരുടെ സംഭവം. അപ്പൊ ആ കീവേഡ് തന്നെ കൂടുതൽ പ്രാവശ്യം ഉള്ളതോ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സൈറ്റുകളൊക്കെ റാങ്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിന് നമ്മുടെ എസ്ഇഒക്കാര് സ്പാം ചെയ്തിരുന്നു. നമ്മൾ കീവേഡ്സ് ഒക്കെ സ്റ്റഫ് ചെയ്ത് എക്സാക്ട് കീവേഡ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് റാങ്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഗൂഗിളിന് ഇതിന്റെ ഒരു അപകടം മനസ്സിലായി. കാരണം ഇത് ശരിക്കൊരു ക്വാളിറ്റി ഇല്ല. ഇതിനെ തരണം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഐഡിയകളും ഇല്ല അവർക്ക്. എങ്ങനെയാണ് ഒരാൾ സെർച്ച് അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി ക്വാളിറ്റിയുള്ള കണ്ടന്റ്സുകൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന്റെയൊക്കെ ഇഷ്ടം പോലെ റിസർച്ചുകളൊക്കെ നടത്തും. ഗൂഗിള് മാത്രമല്ല, ഇഷ്ടം പോലെ കമ്പനികൾ. അപ്പൊ ഇതാദ്യം ഇതിന്റെ ഒരു രീതിയിൽ ഒരു ഇംപ്ലിമെന്റേഷൻ നടത്തിയത് IBM ആണ്. ഏറ്റവും ആദ്യം IBM. എന്റെ ഊഹം ശരിയാണെങ്കിൽ നോളജ് എന്തൊരു പേരായിരുന്നു പ്രോജക്റ്റിന്, 2008, 2009, 2010 ആ കാലഘട്ടത്തിൽ IBM ഒരു പ്രൊജക്ട് നടത്തി. അവര് ഇതേപോലെ തന്നെ പല നോട്ട്സ് എന്നാണ് അന്ന് നോഡ് എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത്. നോട്ട്സുകൾ, പല നോട്ട്സുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചു. ഒരു നോളജ്, ഒരു ഇൻഫോർമേഷന്റെ ഒരു നോളജിന്റെ ഒരു സ്ട്രക്ചർ അവരുണ്ടാക്കാൻ ശ്രമിച്ചു ഒരു ഡാറ്റാബേസിലൂടെ. അപ്പോ ഗൂഗിളും ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഗൂഗിളിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലായി. ഗൂഗിൾ മാത്രമല്ല, ഫേസ്ബുക്ക് അടക്കം ഈ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. ഫേസ്ബുക്കിനുണ്ട് ഈ സംഭവം. നമ്മൾ പറയുന്ന എൻറ്റിറ്റി, ആട്രിബ്യൂട്ട് വാല്യൂസ്, EAV, നോളജ് ഗ്രാഫ് എന്നൊക്കെ പറയുന്ന സംഭവം ഫേസ്ബുക്കിനുണ്ട്, ഗൂഗിളിനുണ്ട്, പല ടീമിനുണ്ട്, IBMനുണ്ട്, ഒറാക്കിളുണ്ട്. പല ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലാണ് ഇതുണ്ടാവുക. അപ്പോ ഗൂഗിൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഗൂഗിൾ ഒരു 2012 മറ്റോ അങ്ങാണ്ടും 10 ആ സമയത്ത് ഫ്രീ ബേസ് എന്നുള്ള ഒരു വലിയ ഡാറ്റാബേസ് ഇതുണ്ടായിരുന്നു. അവരെ ഗൂഗിള് അക്വയർ ചെയ്തു. ആ കമ്പനിനെ അക്വയർ ചെയ്തിട്ട് അവരൊരു ഡാറ്റാബേസ് ഉണ്ടാക്കി. ആ ഡാറ്റാബേസിൽ അവര് പേരിട്ട് വിളിച്ചു നോളജ് ഗ്രാഫ്. അവര് പേരിട്ട് വിളിച്ചു. ഇത്തരം ഡാറ്റാബേസിലെല്ലാം നോളജ് ഗ്രാഫ് തന്നെയാണ് വിളിക്കുന്നത്. എല്ലാ ഡാറ്റാബേസുകളെയും ഇങ്ങനത്തെ ടൈപ്പ് ഡാറ്റാബേസുകളെ നോളജ് ഗ്രാഫ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മളുടെ നോളജ് ഗ്രാഫ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ നോളജ് ഗ്രാഫ് ഡാറ്റാബേസ്. ഓക്കെ, ഈ ഗ്രാഫില് അവര് ഡാറ്റ സൂക്ഷിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്സ്, അതിന്റെ റിലേഷൻഷിപ്സ്, പിന്നെ കുറച്ച് മെട്രിക്സുകൾ, ഇങ്ങനെയാണ് അവർ ഡാറ്റ സൂക്ഷിക്കാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് എന്താണ് ഈ എൻറ്റിറ്റി എന്നുള്ളത് നോക്കണം. എന്താണ് ഈ എൻറ്റിറ്റി? കാരണം ഗൂഗിളിന് മാത്രമല്ല എല്ലാ കമ്പനികളും. പക്ഷെ ഞാൻ പറയുമ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ സെർച്ച് എഞ്ചിൻസിനെയും AI തുടങ്ങിയ എല്ലാ പ്രോഗ്രാമുകളാണ് ഞാൻ ഗൂഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ഗൂഗിളിന് മാത്രമല്ല, കാരണം ഇതെല്ലാവരും ഉപയോഗിക്കുന്ന ടെക്നോളജി തന്നെ. അപ്പോ ഇന്റർനെറ്റിൽ പല കാര്യങ്ങളുണ്ട്. ഇന്റർനെറ്റിൽ ലോകത്തുള്ള കാര്യങ്ങൾ തന്നെ, അതിന്റെയൊക്കെ ഇൻഫർമേഷൻ ഇന്റർനെറ്റിലുണ്ട്. ഗൂഗിളിന് ഇതിന്റെയൊക്കെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു അറേഞ്ച്മെന്റ് ആവശ്യമുണ്ട്. ഓരോന്നും തമ്മിലുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. ഓരോന്നിന്റെയും വളരെ ഇൻഡെപ്ത് ആയിട്ട്, എന്നാൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് അറിയാൻ പറ്റണം. ഓക്കെ, നമ്മൾക്കിപ്പോ ഒരാളെ കുറിച്ച്, ഇപ്പൊ എന്നെ കുറിച്ച് വേണമെങ്കിൽ എനിക്ക് ഒരു പാരഗ്രാഫോ 2 പാരഗ്രാഫോ 3 പാരഗ്രാഫിലോ എനിക്ക് സ്ട്രക്ചേർഡ് അല്ലാത്ത രീതിയിൽ എന്നെ കുറിച്ച് എഴുതാം. ഒരു കഥ പോലെ എഴുതാം. ഞാൻ ഇന്ന വർഷം ഇന്ന സ്ഥലത്ത് ജനിച്ചു, എന്റെ അച്ഛന്റെ പേര് ഇതാണ്, അമ്മയുടെ പേര് ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു എന്നെ കുറിച്ച് എഴുതുന്ന എന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഉള്ളത് എനിക്ക് വേണമെങ്കിൽ ഒരു 10,500 വേർഡ്സിലുള്ള ആർട്ടിക്കിൾസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കൊടുക്കാം. പക്ഷെ ഇങ്ങനത്തെ ഒരു ഡാറ്റ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് അവർക്ക് ഡാറ്റ എക്സ്ട്രാക്ഷൻ, ആ ഇൻഫർമേഷൻ എക്സ്ട്രാക്ഷൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇതേ ഡാറ്റ തന്നെ അവർക്ക് ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റണമെന്ന് വിചാരിക്കും. അല്ല, ഞാൻ ഇങ്ങനെ കൊടുക്കണം ഒരു ടേബിളായിട്ട്. നെയിം, സാംകേസ്, പ്ലേസ് ഓഫ് ബർത്ത്, ഇന്ന സ്ഥലം, ഡേറ്റ് ഓഫ് ബർത്ത്, ഹൈറ്റ്, വെയിറ്റ്, ഫാദർ നെയിം, മദർ നെയിം. നോക്കിയേ എത്ര സുഖകരമായിരിക്കും ആ ഡാറ്റ. അപ്പോ ഗൂഗിൾ ശ്രമിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. ഡാറ്റകളെ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റണം. ഇന്റർനെറ്റിലുള്ള ഡാറ്റകളെ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റണം. അപ്പോ എൻറ്റിറ്റി എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഡിസ്റ്റിങ്വിഷ്, അതായത് വളരെ എടുത്ത് പറയുന്ന, വളരെ സ്പെസിഫിക്, മറ്റൊന്നില്ല എന്നുള്ളത്. ഗൂഗിളിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സംഭവം ഗൂഗിളിന് അറിയാം. അത് ഇന്നതാണ്, എനിക്ക് വേറെ കൺഫ്യൂഷൻ ഇല്ല, അത് ഇന്നതാണ് എന്ന് പറയുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സംഭവം. അത് എന്തു ആകാം. അതൊരു വ്യക്തിയാകാം, അത് ആളാകാം, അതല്ലെങ്കിൽ ഒരു സ്ഥലമാകാം, ഒരു കമ്പനിയാകാം, ഒരു ഒബ്ജക്റ്റ് ആകാം, ഐഡിയ ആകാം, കൺസെപ്റ്റ് ആകാം, എന്തുമാകാം.
അതിനെയാണ് എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ശ്യാം KS എന്ന് അടിക്കും ഗൂഗിളിൽ, ശ്യാം എന്ന് കൊടുക്കും ഗൂഗിളിനകത്തൂടെ ഏത് ശ്യാം, ഗൂഗിളിന് ഒരു ക്ലാരിറ്റി ഇല്ല, ഏത് ശ്യാം അറിയില്ല, എൻറ്റിറ്റി അല്ല. പക്ഷേ എലോൺ മസ്ക് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ഗൂഗിളിന് വ്യക്തമായിട്ട് അറിയും ആരാണ് എലോൺ മസ്ക് എന്ന്. എലോൺ മസ്ക് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണും. ഞാനിപ്പോ ഷെയർ ചെയ്ത് കാണിച്ചു തരാം സ്ക്രീനിൽ. ഗൂഗിള് ആ സെർച്ച് റിസൾട്ടിനോടൊപ്പം റൈറ്റ് സൈഡിൽ കൂടുതൽ ഡയറക്റ്റ് ഇൻഫർമേഷൻ തരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ എലോൺ മസ്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, എലോൺ മസ്കിനെ കുറിച്ചിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസുകൾ, അയാളുടെ ഹൈറ്റ്, വെയിറ്റ്, ഗൂഗിളിൽ പലതും ഉണ്ടാവും. അയാളുടെ ബന്ധുക്കൾ, ചിലപ്പോൾ അയൽപക്കക്കാരെ വരെ ഗൂഗിൾ കാണിക്കുന്നുണ്ടാവും. അത് കാരണം എന്താണ്? ഗൂഗിളിന്റെ മുമ്പിൽ എലോൺ മസ്ക് ഒരു എൻറ്റിറ്റിയാണ്. എൻറ്റിറ്റി ഗൂഗിൾ ആ നോളജ് ഗ്രാഫ് എന്നുള്ള ഡാറ്റാബേസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ എൻറ്റിറ്റിക്ക് അടുത്ത സംഭവമാണ്, ഈ എൻറ്റിറ്റിക്ക് ആട്രിബ്യൂട്ട്സ് വേണം. എൻറ്റിറ്റി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു തീം, ലൊക്കേഷൻ എന്ത് വേണമെങ്കിലും ആകാം. ഗൂഗിളിന് വളരെ സ്പെസിഫിക് ആയിട്ട് അറിയാം ഇതെന്താണ് എന്ന്. അതൊരു ടോപ്പിക് അല്ല കേട്ടോ, ഒരിക്കലും ഒരു സെർച്ച് കീവേഡ്. ഇപ്പോ SEO എക്സ്പെർട്ട് എൻറ്റിറ്റി അല്ല, SEO എൻറ്റിറ്റിയാണ്. SEO എക്സ്പെർട്ട് അതെന്താ ഒരു സ്പെസിഫിക് ഇതൊന്നുമല്ലല്ലോ. പക്ഷെ SEO ഒരു എൻറ്റിറ്റിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്യൂട്ടോറിയൽ അതൊരു സെർച്ച് കീവേഡ് മാത്രമാണ്, മനസ്സിലായി, എൻറ്റിറ്റി അല്ല. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻറ്റിറ്റിയാണ്. ഓക്കെ, എൻറ്റിറ്റി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ എൻറ്റിറ്റിക്ക് ഇനി എന്ത് കാണും? ആട്രിബ്യൂട്ട്സ് കാണും. ഗൂഗിളിന് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം, ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് കിട്ടണം. നമ്മളൊരു വ്യക്തിയെ കുറിച്ച് അറിയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആട്രിബ്യൂട്ട്സ്. ഒരു പേഴ്സൺ ആണ്, ഒരു എൻറ്റിറ്റി. ഞാൻ പറഞ്ഞു പേഴ്സൺ ആകാം, ലൊക്കേഷൻ ആകാം, കമ്പനി ആകാം, എന്തോ ആവും. ഒരു എൻറ്റിറ്റി ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കും. എലോൺ മസ്ക് ഒരു പേഴ്സൺ ആണ്, ഒരു എൻറ്റിറ്റിയാണ്. എന്തൊക്കെ ഡീറ്റെയിൽ ആയിരിക്കും ഒരു പേഴ്സന്റെ വരിക? അയാളുടെ വെയിറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദർ നെയിം, മദർ നെയിം, നാഷണാലിറ്റി, അത് ഇത്, അയാൾ ഏതെങ്കിലും കമ്പനിയുടെ മുതലാളിയാണോ, കമ്പനി, അയാളുടെ പൊസിഷൻ, അങ്ങനെ ഒരു വ്യക്തിനെ സംബന്ധിച്ചിട്ടുള്ള കുറെ പ്രോപ്പർട്ടീസ് കാണൂലേ, നമ്മൾക്ക് അറിയേണ്ടതായിട്ടുള്ള പ്രോപ്പർട്ടീസ്. അദ്ദേഹത്തിന്റെ മക്കളുടെ പേരെന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ ഒരു വ്യക്തിയാണ് എൻറ്റിറ്റി എങ്കിൽ ആ ഒരു വ്യക്തിനെ സംബന്ധിച്ചുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സംഭവമാണ് ആട്രിബ്യൂട്ട്സ്. എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ട്സ് ആണത്. ഒരു പേഴ്സൺ ആണ് എൻറ്റിറ്റി എങ്കിൽ അദ്ദേഹത്തിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് വരിക അദ്ദേഹത്തിന്റെ ഹൈറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് വരിക. അതിനെല്ലാം വാല്യൂ കാണും, ഇല്ലേ? ഹൈറ്റ് ഒരു ആട്രിബ്യൂട്ട് ആണെങ്കിൽ വാല്യൂ ഉണ്ട് അവിടെ. ഹൈറ്റ് എത്രയാണെന്നുള്ളതാണ് അതിന്റെ വാല്യൂ, ഹൈറ്റ് ആറടി. അപ്പോ ഞാൻ പറയണേ, ഇപ്പോ എലോൺ മസ്ക് ഹൈറ്റ് എന്താണ്? എലോൺ മസ്ക് എൻറ്റിറ്റി, ഹൈറ്റ് ആട്രിബ്യൂട്ട്, വാല്യൂ ആറാണെന്ന് എനിക്കറിയില്ല, ഞാൻ പറയുന്നു 6 അടി. അപ്പൊ എന്തായി? എൻറ്റിറ്റി എലോൺ മസ്ക് ആയി, ആട്രിബ്യൂട്ട് എന്തായി? ഹൈറ്റ് ആയി, അതിന്റെ വാല്യൂ 6 അടി. ഇത് തന്നെ ഒരു പ്ലേസ് ആണെങ്കിലോ എൻറ്റിറ്റി, ആലോചിക്കുക, കേരളം അല്ലെങ്കിൽ എന്തായാലും ഒരു പ്ലേസ് ആണ് എൻറ്റിറ്റി എങ്കിലോ അതിന്റെ ആട്രിബ്യൂട്ട്സ് വേറെ ആയിരിക്കും. ഒരു വ്യക്തിയുടെ ആട്രിബ്യൂട്ട് ആയിരിക്കില്ല, ഒരു പ്ലേസിന്റെ ആട്രിബ്യൂട്ട്. അവിടെ എന്തായിരിക്കും ആട്രിബ്യൂട്ട് ആയിട്ട് വരിക? അതെവിടെയാണ്, അതിന്റെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് എന്താണ്, അവിടുത്തെ പോപ്പുലേഷൻ എന്താണ്, അല്ലെ, അതിന്റെ ക്യാപിറ്റൽ എന്താണ്, അവിടുത്തെ കൾച്ചർ, അവിടുത്തെ തുടങ്ങി ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, ഹൈറ്റ് തുടങ്ങി അങ്ങനത്തെ പല സാധനങ്ങളായിരിക്കും ഒരു ലൊക്കേഷനെ സംബന്ധിച്ചിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരിക. അതിനെല്ലാം അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസും കാണും. ഇതുപോലെ തന്നെ കമ്പനിയുടെ കേസ് ആലോചിക്ക്. കമ്പനിക്ക് അച്ഛന്റെ അമ്മയുടെ പേരല്ലല്ലോ അതിന്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരിക. അതിന്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരിക അതിന്റെ ഫൗണ്ടർ ആരാണ്, എന്ന് ഫൗണ്ട് ചെയ്തു, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, എന്താണ് അതിന്റെ കർമ്മ മേഖല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിന്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരിക. അതിനെല്ലാം വാല്യൂസ് കാണും. അപ്പൊ ഇങ്ങനെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഗൂഗിൾ ഡാറ്റ നോളജ് ഗ്രാഫ് എന്ന ഡാറ്റാബേസിൽ സൂക്ഷിക്കാൻ തുടങ്ങി. എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്സ്, വാല്യൂസ്. ഇത് നമ്മളുടെ ചില സമയത്ത് ചില റിലേഷൻഷിപ്പും ചില എൻറ്റിറ്റികളൊക്കെ തമ്മിൽ റിലേഷൻഷിപ്പ് വരും. ഇപ്പോ ബ്രെയിൻ സൈബർ സൊല്യൂഷന്റെ ഒരു എൻറ്റിറ്റി ആണെന്ന് വിചാരിക്കുക, ശ്യാം മറ്റൊരു എൻറ്റിറ്റി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ബ്രെയിൻ സൈബർ സൊല്യൂഷന്റെ ഫൗണ്ടർ ആണ് ശ്യാം. ഈ 2 എൻറ്റിറ്റി നമ്മളുടെ ബന്ധം, ഫൗണ്ടർ ഓഫ് ബ്രെയിൻ സൈബർ സൊല്യൂഷൻ. അപ്പോ എവിടെയെങ്കിലും നമ്മളുടെ ഒരു കണ്ടന്റിൽ ശ്യാം ഇസ് ദ ഫൗണ്ടർ ഓഫ് ബ്രെയിൻ സൈബർ സൊല്യൂഷൻ എന്നൊരു വാക്ക് നമ്മുടെ സൈറ്റിൽ എവിടെയെങ്കിലും ആ ഒരു വാക്കുണ്ടെങ്കിൽ ബ്രെയിൻ സൈബർ സൊല്യൂഷൻ എന്ന എൻറ്റിറ്റി, ശ്യാം എന്ന എൻറ്റിറ്റി, ദേവസ്വരാജ്, ഇത് രണ്ടും തൽക്കാലം ഗൂഗിളിലും എൻറ്റിറ്റീസ് അല്ല. എന്നാലും ഇത് രണ്ടും നമ്മുടെ എൻറ്റിറ്റിന്റെ റിലേഷൻഷിപ്പാണ്. ശ്യാം ഇസ് ദ ഫൗണ്ടർ ഓഫ് ഇത്. ഇങ്ങനെയാണ് കണ്ടന്റുകളെ ഗൂഗിൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എപ്പോഴും. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ അതിന് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? എൻറ്റിറ്റി എന്താണെന്നുള്ളതും ആട്രിബ്യൂട്ട്സ് എന്താണെന്നുള്ളതും വാല്യൂസ് എന്താണെന്നുള്ളതും ഇത് സൂക്ഷിക്കാനുള്ള ഡാറ്റാബേസിന്റെ പേരാണ് നോളജ് ഗ്രാഫ് എന്നുള്ളതും. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേട്ടാ.
കാണാമോ എല്ലാവർക്കും? കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങള് ഗൂഗിൾ മീറ്റ് ആകുമ്പോഴേ പറഞ്ഞു. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റേ വിൻഡോ കാണാൻ പറ്റാത്തതുകൊണ്ടേ. ഇപ്പൊ ഞാൻ ഇവിടെ എലോൺ മസ്ക് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കാം, നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എലോൺ മസ്ക് എന്ന് പറയുമ്പോൾ തന്നെ ഗൂഗിളിൽ എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയത്. CEO ഓഫ് ടെസ്ല മോട്ടോഴ്സ്. ഗൂഗിളിന് അറിയാം, എല്ലാം വളരെ സ്ട്രക്ചർഡ് ആയിട്ട് പുള്ളിയുടെ ഡീറ്റെയിൽസ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. നേരെ കാണിച്ചിരുന്നുണ്ടോ നമുക്ക് ഏജ് 53 വയസ്സ്, ചിൽഡ്രന്റെ പേര് അതൊക്കെ കാണിച്ചിരുന്നുണ്ട്. അതെ, ഇവിടെ നോക്കാം. ഇവിടെ ഗൂഗിൾ എലോൺ മസ്കിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഡീറ്റെയിൽസ് കാണിച്ചിരുന്നു. വിക്കിപീഡിയയിൽ നിന്നാണ് അത് കാണിച്ചിരുന്നത്. ബാക്കി നോക്കിയേ, ഇതെല്ലാം അതിന്റെ ആട്രിബ്യൂട്ട്സിലാണ്. ബോൺ, ചിൽഡ്രൻ, നെറ്റ്വർത്ത്, ഹൗസ്, എഡ്യൂക്കേഷൻ, നാഷണാലിറ്റി, ഹൈറ്റ് തുടങ്ങിയ പല ഡീറ്റെയിൽസും ഗൂഗിൾ കാണിച്ചിരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ കാണിച്ചിരുന്നു, ബന്ധുക്കളെയൊക്കെ കാണിച്ചിരുന്നുണ്ട്. ഇവിടെ കിടന്നിട്ട് കണ്ട പുള്ളി ഇപ്പൊ പല ന്യൂസുകളിലും ഇപ്പൊ ട്രംപ് കയറി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പീപ്പിൾ ഓൾസോ സെർച്ച് ഫോർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ ക്ലോസ്ഡ് ആയിട്ട് റിലേറ്റഡ് ആണ്. കാരണം ഇപ്പോ ഉള്ള മിക്കവാറും ന്യൂസുകളിൽ ട്രംപ് ഉള്ള, നിങ്ങൾക്കറിയാം US-ന്റെ ഇത് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് പല ന്യൂസുകളിലും ട്രംപ് ഉള്ളടത്ത് ഇപ്പൊ എലോൺ മസ്ക് കൂടി ഉണ്ടാവും. അപ്പൊ ആ ആർട്ടിക്കിൾ നോക്കുക, ഇന്റർനെറ്റിലുള്ള ഇഷ്ടംപോലെ ആർട്ടിക്കിളിൽ ട്രംപ് എന്നുള്ള എൻറ്റിറ്റിയും എലോൺ മസ്ക് എന്ന എൻറ്റിറ്റിയും രണ്ടും ഒരുമിച്ചാണ് കാണുന്നത്. അപ്പൊ ഗൂഗിൾ എന്താ കാണുന്നത്? ഇത് രണ്ടും വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള വളരെ ഇതായിട്ടുള്ള എൻറ്റിറ്റീസ് ആണ്. അപ്പൊ ഇവിടെ ഗൂഗിള് പറയുന്നത് എന്താണ്? പീപ്പിൾ ഓൾസോ സെർച്ച് ഫോർ. അതായത് ഞാനിപ്പോ സെർച്ച് ചെയ്തത് എലോൺ മസ്ക്, എന്റെ ഈ എൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഈ എൻറ്റിറ്റീസിനെ കൂടി ആളുകൾ സെർച്ച് ചെയ്യാറുണ്ട് എന്നാണ് ഗൂഗിൾ ഉദ്ദേശിക്കുന്നത്. റിലേറ്റഡ് എൻറ്റിറ്റീസും കൂടിയാണ് ആൾക്കാർ സെർച്ച് ചെയ്യാറുണ്ട്. അതായത് എനിക്ക് താല്പര്യം ഉണ്ടാവും, കാരണം ഞാൻ സെർച്ച് ചെയ്ത എലോൺ മസ്കിനെ കുറിച്ചാണ്. അദ്ദേഹത്തെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള മറ്റ് ആളുകൾ സെർച്ച് ചെയ്യുന്ന കുറച്ച് ഇതൊക്കെ. അപ്പൊ അതാണ് ശരിക്കും ഇതാരാണ് അറിയില്ല, മകള അങ്ങനെ ആയിരിക്കും. എങ്ങനെ നോക്കാം, ഭാര്യയൊക്കെ ആയിരിക്കും. കാണാം, അതെ ഈ ഇത് ബിസിനസിന്റെ ഇവരുടെ എൻറ്റിറ്റി ആയിട്ട് ഇതായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ഒക്കെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോ ഈ കാണിക്കുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഗൂഗിൾ സെർച്ചിൽ, ഈ കാണിക്കുന്ന ഈ ഒരു ഏരിയയാണ് നമ്മൾ നോളജ് പാനൽ എന്നാണ് പറയുന്നത്. നോളജ് പാനൽ, അതായത് നമ്മൾ നോളജ് ഗ്രാഫ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഡാറ്റാബേസ്. ഈ എൻറ്റിറ്റീസ് ഒക്കെ സൂക്ഷിക്കുന്നത് ആ നോളജ് ഗ്രാഫ് എന്നുള്ള ഡാറ്റാബേസിലാണ്. ആ നോളജ് ഗ്രാഫിലെ ഡാറ്റ കാണിക്കുന്ന ഈ പാനലിനെയാണ് നോളജ് പാനൽ എന്ന് പറയുന്നത്. അയാളെ കുറിച്ചിട്ടുള്ള ഒരു നോളജിന്റെ ഒരു പാനൽ, അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, ഈ നോളജ് പാനലിൽ ഈ ഇൻഫർമേഷൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് എൻറ്റിറ്റി ആയിട്ട് തീരണം. ഓക്കെ, പിന്നെ ഈ എൻറ്റിറ്റി ആയിട്ട് തീരുക എന്നുള്ളത് ഗൂഗിളിന് കിട്ടുന്ന പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻ അതിനൊക്കെ അനുസരിച്ചാണ് ഗൂഗിൾ എൻറ്റിറ്റി ആക്കുന്നത്. ഗൂഗിളിന് ഉറപ്പ് വരണം. മനസ്സിലായി? ഇപ്പോഴും കേസ് എന്ന് വെച്ചാൽ ഒരു എൻറ്റിറ്റി ആവാത്തത് കാരണം ഗൂഗിളിന് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ ഇയാൾ ആരാണെന്ന് എന്താണെന്ന്. കാരണം അത്രമാത്രം നമ്മൾ ഫേമസ് ആവുകയും അത്രമാത്രം ഇതൊക്കെ സംഭവിച്ചാലൊക്കെ മാത്രമാണ് നമ്മുടെ എൻറ്റിറ്റി ആയിട്ട് തീരുക. ചില പ്രത്യേക ക്രെഡിബിൾ സോഴ്സസ് ഒക്കെ സ്ഥലങ്ങളിലൊക്കെ നമ്മളെ കുറിച്ചൊക്കെ വരണം, എന്നാലൊക്കെയാണ് അതൊക്കെ എൻറ്റിറ്റി ആയി തീരുക. ഓക്കെ, ഈ ബാക്കിയുള്ള ഈ ഡീറ്റെയിൽ കിട്ടാനായിട്ട്, അതായത് പലപ്പോഴും ഈ ഇൻഫർമേഷൻ കിട്ടാം, ഈ ഡീറ്റെയിൽ അതേപോലെ ഈ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഈ ഇൻഫർമേഷൻ ഒക്കെ കിട്ടാനായിട്ട് ഗൂഗിള് വേറെ ട്രസ്റ്റഡ് ആയിട്ടുള്ള വേറെ സോഴ്സുകളാണ് ഗൂഗിൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പൊതുവെ ഗൂഗിൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സുകൾ വിക്കിപീഡിയ, വിക്കി ഡാറ്റ, ഇപ്പോ ഫിലിമൊക്കെ ആണെങ്കിൽ IMDb, അങ്ങനെ തുടങ്ങിയ പല സോഴ്സുകളെയും ഗൂഗിൾ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഇതിൽ തന്നെ ഈ ഇൻഫർമേഷൻ ഗൂഗിൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിക്കിപീഡിയ എന്നാണ്. ഈ ഇൻഫോർമേഷൻ മോസ്റ്റ്ലി 99% ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിക്കി ഡാറ്റയായിരിക്കും. വിക്കിപീഡിയയുടെ തന്നെ മറ്റൊരു ഇതാണ് വിക്കി ഡാറ്റ. വിക്കി ഡാറ്റ നമുക്ക് സാധാരണക്കാർക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഡെവലപ്പേഴ്സിനും മറ്റേതൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ പ്രസന്റേഷൻ ആണ്. ഡെവലപ്പേഴ്സിനാണ് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിക്കി ഡാറ്റയിൽ നിന്നൊക്കെയാണ് ഇത്തരം ഡാറ്റകളൊക്കെ ഗൂഗിൾ എടുക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു നോളജ് പാനൽ. ഇത് വരുന്നത് നോളജ് ഗ്രാഫിൽ നിന്നാണ്. നോളജ് ഗ്രാഫിൽ ഉള്ളത് എൻറ്റിറ്റിയും ആട്രിബ്യൂട്ടുകളും വാല്യൂകളും അതിന്റെ റിലേഷൻഷിപ്പും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, വാല്യൂസ് തുടങ്ങിയത് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെർച്ച് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻറ്റിറ്റി ആണ് എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നോളജ് പാനലിൽ കാണാം, എൻറ്റിറ്റി അല്ലെങ്കിൽ കാണിക്കില്ല. ഓക്കെ, അത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഇത് എങ്ങനെയാണ്, നമ്മൾ എന്തിനാണ് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളത് വരും. എന്തിനാണ് ഈ എൻറ്റിറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? നമ്മൾ SEO ചെയ്താൽ പോലെ എന്ന് പറയും. അങ്ങനെയല്ല. SEOന്റെ ഫണ്ടമെന്റൽ വരുന്നത് ഇപ്പോഴത്തെ കാലത്ത് എൻറ്റിറ്റിയിൽ നിന്നാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻറ്റിറ്റി വെച്ചിട്ട് ഗൂഗിൾ കുറെ അധികം ഏരിയകളിൽ എൻറ്റിറ്റി ഉപയോഗിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. നിങ്ങളുടെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഫീൽഡിലുള്ളവരെ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ അവിയല് പോലെ ആയി പോകുന്നത് എല്ലാം കൂടി കേട്ടിട്ട്. അതായത് നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചിടേണ്ട ഒരു കാര്യമുണ്ട്.
എന്റിറ്റി വേറെ, ടോപ്പിക് വേറെ, കീവേഡ്സ് വേറെ. മൂന്നും മൂന്നാണെന്ന് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടോ ഇത് മൂന്നും മനസ്സിലാക്കാതെ വെവ്വേറെയാണെന്ന് മനസ്സിലാക്കാതെ മൂന്നിനെ തിരിച്ചറിയാൻ പറ്റാതെ ഇരുന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ടെക്നിക്കൽ കാര്യങ്ങൾ വഴങ്ങില്ല. നിങ്ങളെല്ലാം ഒരേപോലെ ഇരിക്കും ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞ എന്റിറ്റി വേറെ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് എന്റിറ്റിയാണ്, എന്റിറ്റി മാത്രമാണ്. ഞാൻ ഇന്ന് പറയുന്നത് എന്റിറ്റിനെ കുറിച്ച് മാത്രമാണ്. ഓക്കെ. ടോപ്പിക് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ടോപ്പിക് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. കീവേഡ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. കീവേഡ് നമുക്ക് എന്തായാലും പറയാം, നമ്മൾ സെർച്ച് ചെയ്യുന്ന കീവേഡ് അത് വേറെയാണ്. ടോപ്പിക് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഓക്കെ. അതേപോലെ തന്നെ എന്റിറ്റി എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അപ്പൊ ഗൂഗിളിന്റെ പല അൽഗോരിതങ്ങൾ പ്രവർത്തിക്കുന്നത് ചിലതൊക്കെ എന്റിറ്റിയിലായിരിക്കും, ചിലതൊക്കെ ടോപ്പിക്സിലായിരിക്കും, ചിലതൊക്കെ കീവേഡ്സിലായിരിക്കും. അപ്പൊ പണ്ട് എല്ലാം കൂടി കീവേഡ്സിലായിരുന്നു. പിന്നീട് കുറെ ടോപ്പിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറെ അൽഗോരിതങ്ങൾ. നിങ്ങൾ ഒരു സംഭവം കേട്ട് കാണും, ടോപ്പിക്കൽ അതോറിറ്റി, ടോപ്പിക് റെലവൻസ്. ടോപ്പിക്കൽ അതോറിറ്റിയും ടോപ്പിക് റെലവൻസും എന്റിറ്റി വെച്ചിട്ടുമല്ല, ഈ കീവേഡ് വെച്ചിട്ടല്ല, അത് പക്ക ടോപ്പിക് വെച്ചിട്ടാണ് അത് അത്തരം അൽഗോരിതങ്ങൾ, അത്തരം സംഭവങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ. റെലവൻസ്, ഡോക്യുമെന്റ് പിക്കിംഗ് എന്നുള്ളൊരു പ്രോസസ് ആണ്. ഇത് എല്ലാം കൂടി എനിക്ക് പറയാൻ പറ്റില്ല. അവിടെയൊക്കെ വരുന്ന കീവേഡ്സ് ആണ്. ഓക്കെ. എന്റിറ്റി വരുന്ന കുറച്ച് ഏരിയകളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അതൊന്നും മൈൻഡിലെപ്പെടണം. എന്റിറ്റി കൊണ്ട് ഗൂഗിളിനുണ്ടാകുന്ന കുറച്ച് ഗുണങ്ങൾ. എന്റിറ്റി നോക്കും, ടോപ്പിക് നോക്കും. ഞാൻ എന്റിറ്റിനെ കുറിച്ച് മാത്രമാണ് എന്ന് പറയുന്നത്. ഗൂഗിളിന് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു കണ്ടന്റ് നമുക്ക് പലയിടത്തും ഗൂഗിൾ പറയുന്നുണ്ടാവും, ആ കണ്ടന്റ് വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു. നമുക്ക് രണ്ട് വിധത്തിലെ ഒരു കാര്യത്തിനെ പറയാൻ പറ്റും. വിശദമായ ഒരു കണ്ടന്റിനെ കുറിച്ച് പറയാം, ഇൻഡെപ്ത് ആഴത്തിലും പറയാം. ആഴത്തിൽ പറയും, ഇൻഡെപ്ത് എന്ന് പറയും. ഇൻഡെപ്ത് റിസർച്ച് ആർട്ടിക്കിൾ, ആഴത്തിലുള്ള കണ്ടന്റ്, വളരെ വിശദമായി പറഞ്ഞിരിക്കുന്ന വളരെ വെൽ എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിൾ. ഇതിനെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? ചിന്തിച്ചു ചോദിക്കേണ്ടത്. എങ്ങനെയാണ് നമുക്ക് വായിക്കുന്ന ഒരാൾക്ക് പോലും ചിന്തിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഗൂഗിളിന് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുക? അവിടെ ഗൂഗിളിനെ സഹായിക്കുന്നവൻ ഈ എന്റിറ്റിയാണ്. എന്റിറ്റിയുടെ റിലേഷൻസുമാണ് അവിടെ ഗൂഗിളിനെ സഹായിക്കുന്നത്. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, താങ്കളുടെ ഫാമിലിനെ കുറിച്ചൊന്ന് പറയാമോ എന്ന് ചോദിക്കും. സാധാരണ ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരന്ന ആൻസർ ഇങ്ങനെയായിരിക്കും. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ ഇന്നാളാണ്, വൈഫ്, പിള്ളേര് അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞ് എൻ്റെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള എൻ്റെ റിലേറ്റഡ് എൻറ്റിറ്റീസ്. എൻ്റെ അച്ഛൻ എൻ്റെ റിലേറ്റഡ് എൻറ്റിറ്റിയാണ്, അമ്മ എൻ്റെ റിലേറ്റഡ് എൻറ്റിറ്റിയാണ്, വൈഫ് എൻ്റെ റിലേറ്റഡ് എൻറ്റിറ്റിയാണ്, പിള്ളേർ എൻ്റെ റിലേറ്റഡ് എൻറ്റിറ്റിയാണ്. അപ്പൊ എൻ്റെ ഡയറക്റ്റ് റിലേറ്റഡ് എൻറ്റിറ്റീസിനെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നു. ഇത് വിശദമായ എൻ്റെ ഡയറക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റീസിനെ കുറിച്ച് എല്ലാത്തിനെയും കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇത് വിശദമായ പരന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ് എന്നെ കുറിച്ച്. ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും മിസ്സിംഗ് ആണ്. ചില എൻറ്റിറ്റീസ് മിസ്സിംഗ് ആണ്. ഗൂഗിൾ ഇങ്ങനെ തന്നെയാണ് കണ്ടന്റുകൾ വാല്യൂ ചെയ്യുന്നത്. ചില ആ എൻറ്റിറ്റിയോടൊപ്പം സ്ഥിരം വരാറുള്ള ചില എൻറ്റിറ്റീസ് അതെവിടെ കാണുന്നില്ല, മിസ്സിംഗ് ആണ്. അപ്പോ ഞാൻ എൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള എല്ലാ റിലേറ്റഡ് എൻറ്റിറ്റീസിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശദമായി എന്നെ കുറിച്ച് പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പരന്ന് പറഞ്ഞു. ഇനി ഇൻഡെപ്ത് ആവുന്നത് എങ്ങനെയാണ്? ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി വിചാരിക്കാം. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ വൈഫ്, എൻ്റെ പിള്ളേർ, എൻ്റെ റിലേറ്റഡ് എൻറ്റിറ്റീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ നിർത്തുന്നില്ല, ഞാൻ പറയും അതിനുശേഷം എൻ്റെ അമ്മയുടെ അമ്മ എന്ന സ്ഥലത്ത്, എൻ്റെ അമ്മയുടെ അച്ഛൻ, അമ്മയ്ക്ക് ഒരു ചേട്ടൻ, ഒരു അനിയത്തി, ആ അമ്മയുടെ ചേട്ടൻ കിട്ടിയിരിക്കുന്ന ആള് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ റിലേറ്റഡ് എൻറ്റിറ്റീസിലേക്കും ഞാൻ കടക്കാൻ തുടങ്ങി. മനസ്സിലായോ? എൻ്റെ ബന്ധുക്കളുടെ ബന്ധം എന്ന് പറയുന്ന പോലെ എൻ്റെ റിലേറ്റഡ് എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും നോക്കി ഞാനിപ്പോ പോകുന്ന ആഴങ്ങളിലേക്കാണ്. ഇൻഡെപ്ത് ആവാൻ തുടങ്ങി കണ്ടന്റ്. ഇങ്ങനെ തന്നെയാണ് കണ്ടന്റുകൾ നോക്കുന്നത്, ഡെപ്തിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോ ഈ ബന്ധങ്ങളാണ് ഗൂഗിൾ എപ്പോഴും നോക്കുന്നത്. ആ എൻറ്റിറ്റിയുടെ റിലേറ്റഡ് എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും ഡെപ്ത് കൂടി, അതിന്റെ റിലേറ്റഡ് എൻറ്റിറ്റീസ് എന്ന് പറയുമ്പോഴേക്കും ഡെപ്ത് ഇൻഡെപ്ത് ആയിട്ട് പോകാൻ തുടങ്ങി. പക്ഷെ വെൽ കണക്റ്റഡ് ആയിരിക്കണം, എന്നാലും ഗൂഗിളിൽ ഇതൊക്കെ തമ്മിലുള്ള ബന്ധം കിട്ടും. അപ്പോ അതായത് ഇപ്പൊ എക്സാമ്പിൾ ഞാനിപ്പോ ഇത് നേരത്തെ പറഞ്ഞ ബന്ധം തന്നെ ഞാൻ എൻ്റെ അമ്മേനെ ആദ്യം പറഞ്ഞു, എന്നിട്ട് അമ്മയുടെ ചേട്ടനെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് ചേട്ടന്റെ ഭാര്യനെ കുറിച്ച് പറഞ്ഞു, ചേട്ടന്റെ ഭാര്യ, അപ്പോഴാണ് കറക്റ്റായിട്ട് ബന്ധം വരും. നേരെ മറിച്ച് ഞാൻ എൻ്റെ ഇതൊന്നും പറയാതെ അമ്മേനെയും അമ്മയുടെ ചേട്ടനെയും പരാമർശിക്കാതെ നേരെ മറ്റേറെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ലൈക്ക് ഫാമിലി ഗ്രാഫ് പോലെ അത് ഏകദേശം ഇത് തന്നെയാണ്. ഈ എൻറ്റിറ്റി ആ ഒരു ഇതുപോലെ തന്നെയാണ് അതൊക്കെ ഫാമിലി ഗ്രാഫ് ഒക്കെ വരുന്നത്. ആ ഒരു ബന്ധം ഉണ്ടല്ലോ. ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും കറക്റ്റായിട്ട് ഒരെണ്ണം പറഞ്ഞില്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് മനസ്സിലായില്ല, അല്ല അയാളും തമ്മിലുള്ള ബന്ധം അത് മനസ്സിലായില്ല. ഞാൻ എൻ്റെ അമ്മേനെ പറയാൻ പറ്റൂ, അമ്മയുടെ ചേട്ടനാണ് അത് എന്ന് ഞാൻ പറയേണ്ടി വരും.
എന്നതുപോലെയാണ് ഗൂഗിളിനും നമ്മുടെ സൈറ്റിലും നമ്മുടെ വെബ് പേജിലും കിടക്കുന്ന എന്റിറ്റികളും ഇത് നമ്മളുടെ ബന്ധവും ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും, ബുദ്ധിപരമായി കണക്ട് ചെയ്യണം നമ്മൾ. ഗൂഗിളിനും അത് കറക്റ്റ് ആയിട്ട് കിട്ടണം. അപ്പൊ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് എഴുതുന്ന ഒരു പേജ്, ആ പേജ് പരന്നതായിട്ട് വിശദമായിട്ട് ആകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് എഴുതണം. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അവിടെ കുറച്ച് ടോപ്പിക്സിന്റെ സംഭവങ്ങൾ കയറി വരുന്നുണ്ട്, എന്റിറ്റി അല്ലാതെ. കാരണം കുറച്ച് ടോപ്പിക്കൽ റെലവൻസ് എന്ന് പറയുന്നത്, കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റുമ്പോൾ സാധാരണ എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറയാറ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇവിടെ പറയുന്നു, ഞാൻ എന്റിറ്റിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ഗൂഗിൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് എന്റിറ്റീസ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന എന്റിറ്റി, SEO ഒരു എന്റിറ്റിയാണ്. ഓക്കെ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അതൊരു എന്റിറ്റിയാണ്. സോഷ്യൽ മീഡിയ അതൊരു എന്റിറ്റിയാണ്. ഫേസ്ബുക്ക് അതൊരു എന്റിറ്റിയാണ്. ഗൂഗിൾ അതൊരു എന്റിറ്റിയാണ്. ഇതൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കുറെ എന്റിറ്റീസ് ഗൂഗിൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ ക്ലോസ്ഡ് എന്റിറ്റീസ് ആണ്. അപ്പൊ അത് മാക്സിമം ഉണ്ടാകും തോറും ഈ കണ്ടന്റ് വളരെ വിശദമായി പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഗൂഗിൾ വിചാരിക്കുക. പക്ഷേ എഗെയിൻ ഞാൻ അവിടെ നിർത്തുന്നില്ല. ഞാൻ അവിടെ പറഞ്ഞിട്ട് ഇമെയിൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ട് എഗെയിൻ ഞാൻ എന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. മെയിൽ ചിമ്പ് ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ മെയിൽ ചിമ്പ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ നോക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന എന്റിറ്റിയുടെ റിലേറ്റഡ് എന്റിറ്റി ആയ ഇമെയിൽ മാർക്കറ്റിംഗിന്റെ റിലേറ്റഡ് എന്റിറ്റിയാണ് മെയിൽ ചിമ്പ്. മനസ്സിലായി? അപ്പോ ഈ കണ്ടന്റ് പതുക്കെ ഡെപ്ത് ആവാൻ തുടങ്ങി. ഇങ്ങനെ നമുക്ക് എത്രത്തോളം ഡെപ്തിലേക്ക് വേണമെങ്കിൽ പോവാം, കറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഗൂഗിളിൽ മനസ്സിലാവുന്ന രീതിയിൽ കീപ്പ് ചെയ്തത്. അതൊരു വെബ് പേജിൽ മാത്രമല്ല, എൻ്റെ സൈറ്റിൽ നമുക്ക് അങ്ങനെ കീപ്പ് ചെയ്യാം. അതിനാണ് ഇന്റേണൽ ലിങ്കിങ് എന്നുള്ളതിന്റെ ഒരു ഇത് വരുന്നത്. കറക്റ്റായിട്ട് ലിങ്ക് ചെയ്യണം ഇന്ന പേജിൽ നിന്ന് അതിന്റെ റിലേറ്റഡ് എന്റിറ്റി, അതിന്റെ ഇതിലേക്ക് ആ റിലേഷൻഷിപ്പ് കറക്റ്റായിട്ട് ഗൂഗിൾ മനസ്സിലാവും. ഈ പേജും ആ പേജും തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ആ പേജ് നമ്മളുടെ ബന്ധം ഗൂഗിൾ കണ്ടുപിടിച്ചോളും. അതൊക്കെ ഗൂഗിൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയി പോയി. നമ്മൾ ഈവൻ ലിങ്ക് ചെയ്തതിനെ പോലും ഗൂഗിൾ മനസ്സിലാവും. പക്ഷെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലോസ്, ആ ബന്ധങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വെബ് പേജിന്റെ ഒരു പേജിൽ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരാൻ എളുപ്പമാണ്. പക്ഷെ എന്റെ വെബ്സൈറ്റിൽ അതിനാണ് എന്റിറ്റി ക്ലസ്റ്ററിങ്, പണ്ട് ടോപ്പിക് ക്ലസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റിറ്റി ക്ലസ്റ്ററിങ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു എന്റെ വെബ്സൈറ്റിൽ ഒരു എന്താ പറയാ, അതിന്റെ ഒരു അതോറിറ്റി, അതിന്റെ ഒരു റെലവൻസ് ഇതൊക്കെ കൂട്ടാനായിട്ട് ടോപ്പിക്കൽ അതോറിറ്റി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അങ്ങനെ നമുക്ക് ഒരു ക്ലസ്റ്ററിങ് ഒക്കെ നമുക്കറിയാലോ. വെബ്സൈറ്റുകളെ പല രീതിയിൽ നമുക്ക് കണ്ടന്റുകളൊക്കെ അറേഞ്ച് ചെയ്യാം. അതൊക്കെ വേറെ ടോപ്പിക്കാണ്, അവിടെ നിന്ന് പോകുന്നില്ല. അപ്പൊ എന്റിറ്റീസ് എന്നുള്ളത് ഈ ഒരു വെബ്സൈറ്റിലെയോ വെബ് പേജിലെയോ ഈ ഇത്തരം കണ്ടന്റുകളുടെ എന്താ പറയുക, അതിന്റെ റെലവൻസ്, അതിന്റെ ഇൻഡെപ്ത്, അത് എത്ര വിശദമായി പറഞ്ഞിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും എന്റിറ്റി ഗൂഗിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഇത്ര കാര്യങ്ങളിലെ ആയിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ ഇത്ര കാര്യങ്ങളിൽ വേറെ ഒന്നുമല്ല, ഇതിനെക്കുറിച്ച് മാത്രമായിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം, എന്നിട്ട് എനിക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഞാൻ ഇവിടെ ഇതൊക്കെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ ഇത് ബ്ലാങ്ക് സ്ക്രീൻ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി. അയ്യോ സോറി. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് entities are a foundational concept in modern SEO, especially with the Google's advancement in semantic search, knowledge graph and machine learning. അതിന്റെ ഒരു എന്താ പറയുക, entities are distinct, well defined and unique thing or concept. പേഴ്സൺ ആവാം, പ്ലേസ് ആവാം, ഓർഗനൈസേഷൻ, ഈവന്റ് അങ്ങനെ എന്തുവാണെങ്കിലും ആവാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് എന്റിറ്റീസിന്റെ. എലോൺ മസ്ക് ഒരു എന്റിറ്റിയാണ്. പ്ലേസ് കേരള എന്നുള്ളത് ഒരു എന്റിറ്റിയാണ്. ഓർഗനൈസേഷൻ ടെസ്ല എന്ന് പറയുന്നത് ഒരു എന്റിറ്റിയാണ്. കൺസെപ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച്, നിങ്ങൾ സെർച്ച് ചെയ്തോ, അതൊരു എന്റിറ്റിയാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്താണ് ഇയാള് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഗൂഗിളിന് ഒരു സംശയമില്ല, അതിനെ കുറിച്ച് വ്യക്തമായ ഒരു എന്റിറ്റിയാണ് ഗൂഗിൾ. അത് ക്ലൈമറ്റ് ചേഞ്ച്. അതേപോലെ തന്നെ എന്റിറ്റിക്ക് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇപ്പൊ ബർത്ത് പ്ലേസ്, ഒരു ലൊക്കേഷന്, അങ്ങനെയൊക്കെ പറയുന്നൊക്കെ ഒരു ആട്രിബ്യൂട്ട്സ് ആണ്. ഇതേപോലെ തന്നെ എന്റിറ്റിക്ക് കുറച്ച് മെട്രിക്സുകൾ കൂടിയുണ്ട്. ഞാൻ പറഞ്ഞു എന്റിറ്റി, ആട്രിബ്യൂട്ട്, വാല്യൂ എന്നത് കൂടാതെ മെട്രിക്സുകൾ കൂടിയുണ്ട്. അതായത് ചില എന്റിറ്റികളുടെ ഒരു അത് സെർച്ച് എഞ്ചിൻസിലെ അവരുടെ റാങ്കിങ് ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് എത്രത്തോളം പോപ്പുലർ ആണ് ആ എന്റിറ്റി, അതിന്റെ ഒരു സെന്റിമെന്റ് എന്താണ് ഇന്റർനെറ്റിലെ, അതിന്റെ ഒരു സെർച്ച് ഫ്രീക്വൻസി എത്രത്തോളം ഉണ്ട്, അതിന്റെ റെലവൻസ് എത്രത്തോളം ഉണ്ട്, റീസൻസി ഓഫ് മെൻഷൻസ്, ഈ അടുത്ത കാലത്ത് ആ ഒരു എന്റിറ്റിനെ കുറിച്ച് എത്രത്തോളം മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഗൂഗിൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഡാറ്റാബേസിൽ. അതും മെൻഷൻ ചെയ്യുക. കാരണം
പലപ്പോഴും അതും ഗൂഗിളിന് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു എന്റിറ്റിനെ കുറിച്ച് അത് എത്രത്തോളം പോപ്പുലർ ആണ്, അതിൽ തന്നെ സെന്റിമെന്റ്, ആ എന്റിറ്റിനെ കുറിച്ച് ഇന്റർനെറ്റിൽ ചീത്തയാണോ നല്ലതാണോ പറയുന്നത്, എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു സെന്റിമെന്റ്സ്, എന്താണ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള എന്താണ് സെന്റിമെന്റ്സ്, അതിന്റെ എത്രത്തോളം സെർച്ച് ഫ്രീക്വൻസി, റെലവൻസ്, റീസെന്റ് എത്രത്തോളം മെൻഷൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഗൂഗിൾ സൂക്ഷിക്കുന്നുണ്ട്. അതാണ് ഈ മെട്രിക്സ്. ഓരോ എന്റിറ്റിക്കും ഇങ്ങനത്തെ കുറച്ച് മെട്രിക്സുകൾ ഉണ്ടാവും. ജസ്റ്റ് അത്ര സ്ലൈഡ് ഷോ കഴിഞ്ഞു. ഇനി ഈ എന്റിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്റിറ്റി എന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ പറഞ്ഞല്ലോ, നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ, ഒരു പേജ് ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ അതിനകത്ത് എന്റിറ്റി എന്താണ്, എന്ത് എന്റിറ്റിയാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആ എന്റിറ്റീസിനെ കുറിച്ച് നമ്മൾ പരാമർശിക്കുമ്പോൾ ഉറപ്പായിട്ടും ഗൂഗിള് പ്രതീക്ഷിക്കുന്നത്, ഗൂഗിളിനെ പോലെ തന്നെ അവിടെയും ചിന്തിക്കണം, ഗൂഗിളിനകത്ത് പോലെ തന്നെ ആൾക്കാർ ചിന്തിക്കുന്നത് ഗൂഗിളും ചിന്തിക്കുന്നത്, ഉറപ്പായിട്ടും അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് എന്റിറ്റീസ് ഉണ്ടാവും, അല്ലെ? റിലേറ്റഡ് എന്റിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഗൂഗിൾ സെർച്ചിലൂടെ, പല മെത്തേഡിലൂടെയും ചിന്തയിലൂടെയും, മറ്റ് ഓൾറെഡി ആ ടോപ്പിക്കിൽ ആരെന്താ ചോദിക്കുന്നത്, കുറച്ച് ഞാൻ വായിച്ചു നോക്കട്ടെ. ഞാനിപ്പോ ഒന്ന് ആരോ എന്തോ ചോദിച്ചിട്ടുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോ ഈ ഗൂഗിളിന് അറിയാം കുറെ റിലേറ്റഡ് എന്റിറ്റീസ്. അപ്പൊ ഇതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം അവരങ്ങനെയാണ് എടുക്കുന്നത്. അപ്പൊ നമ്മള് ഒരു പേജ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ടോപ്പിക്കും കീവേഡ് വൈസ് ഒക്കെ വേറെ കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞ എന്റിറ്റി വൈസ്. ആ റിലേറ്റഡ് എന്റിറ്റീസ് എന്നുള്ളത് ഇതിന്റെ വെയിറ്റേജ് കൂട്ടും, ഈ എന്റിറ്റിയുടെ വെയിറ്റേജ് കൂട്ടും. അതായത് നമ്മുടെ മെയിൻ എന്റിറ്റി, ഇപ്പൊ ഒരു പേജിന്റെ മെയിൻ എന്റിറ്റി SEO ആണെന്ന് വിചാരിക്കും. അപ്പൊ SEO റിലേറ്റഡ് ആയിട്ടുള്ള എന്റിറ്റീസിന്റെ പ്രസൻസ് കൂടുന്തോറും SEO എന്നുള്ള എന്റിറ്റിയുടെ വെയിറ്റേജ് SEO വെയിറ്റേജ് സ്കോർ ഉണ്ട്. കീവേഡ് വെയിറ്റേജും ടോപ്പിക് വെയിറ്റേജും എന്റിറ്റി വെയിറ്റേജും ഉണ്ട് വെബ്സൈറ്റിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പേജിലോ, അതൊക്കെ നമ്മുടെ ഒരു വെബ്സൈറ്റിന്റെ ആർക്കിടെക്ചർ ബുദ്ധിയാണ്, അതിനകത്തോട്ട് ഞാൻ പോകുന്നില്ല. നമ്മളിപ്പോ നമ്മുടെ മെയിൻ എന്റിറ്റി, കോർ, സെൻട്രൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മാക്സിമം അത് റിലേറ്റഡ് എന്റിറ്റീസിനെ കൂടി നമ്മൾ കവർ ചെയ്തിരിക്കണം. റിലേറ്റഡ് എന്റിറ്റീസിനെ മാക്സിമം കവർ ചെയ്യണം, അത് മസ്റ്റ്. പക്ഷെ നമുക്ക് പറ്റുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇൻഡെപ്ത്, അതായത് റിലേറ്റഡ് എന്റിറ്റീസിന്റെയും റിലേറ്റഡ് എന്റിറ്റീസിലേക്ക് പോകാൻ നമ്മൾ ശ്രമിക്കണം, മാക്സിമം ശ്രമിക്കണം. ഇത് വളരെ നാച്ചുറൽ ആയിട്ട് ഒരാൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കണ്ടന്റിന്റെ, നമ്മുടെ വെബ്സൈറ്റിലേക്ക് എന്ത് കണ്ടന്റ് വേണമെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമുണ്ട്. നമ്മളിപ്പോ എക്സാമ്പിൾ പറഞ്ഞ ഒരു വിസ എന്നുള്ള ഒരു കമ്പനിയുടെ ഇത് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വിസയുടെ റിലേറ്റഡ് എന്റിറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വിസയുടെ റിലേറ്റഡ് എന്റിറ്റീസ് കുറെ കാര്യങ്ങളുണ്ടായി പോലും, ഇന്ന വിസ, ബിസിനസ് വിസ, ട്രാവൽ വിസ, അങ്ങനത്തെ വിസ, ഈ വിസ ഇതൊക്കെ ഡയറക്റ്റ് എന്റിറ്റി ആയിരിക്കും. പക്ഷേ ഈ ട്രാവലിംഗ് വിസ എന്നുള്ള സംഭവം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രാവലിംഗ് അതൊരു ഇതായിട്ട് വരുന്നുണ്ടല്ലോ, അത് റിലേറ്റഡ് ട്രാവൽ എന്നുള്ളത് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ വേറെ കുറെ വരുന്നുണ്ട്, എന്നാൽ ഡയറക്റ്റ് വിസയായിട്ട് ബന്ധപ്പെടുന്നില്ല. ട്രാവൽ എന്ന എന്റിറ്റി നോക്കിക്കഴിഞ്ഞാൽ വേറെ പല കാര്യങ്ങളുണ്ട് അവിടെ. അപ്പൊ ആ സ്ഥലത്ത് വന്നാൽ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല 5 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അത് ഒരു ആർട്ടിക്കിൾ ആലോചിച്ച് നോക്കാം. അത് ട്രാവലായിട്ട് ബന്ധപ്പെടുന്നതാണ്. അതിൽ നിന്ന് നേരെ വിസയിലേക്ക് ബന്ധിപ്പിക്കാൻ പറ്റും, ട്രാവൽ വിസയിലേക്ക് ബന്ധിക്കാൻ പറ്റും, ട്രാവൽ വിസ തന്നെ മെയിൻ വിസയുടെ പേജിലേക്ക് ബന്ധിപ്പിക്കാൻ പറ്റും. ഈ രീതിയിലൊക്കെയാണ് നമ്മൾ എന്റിറ്റി എന്നുള്ള രീതിയിൽ ആലോചിച്ചത്. ഇങ്ങനെ തന്നെ ആലോചിച്ച് ടോപ്പിക് വൈസ് ആലോചിച്ചാലും സെയിം തന്നെ, എന്റിറ്റിയും ടോപ്പിക് ഏതാണ്ട് ഒരേപോലെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഗൂഗിളിന്റെ അൽഗോരിതങ്ങളുടെ ഉള്ളിൽ. എന്തായാലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും. ഈ 2 വിധത്തിൽ ആലോചിച്ചാൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെ കണ്ടന്റുകൾ അറേഞ്ച് ചെയ്യണമെന്നും അത് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യണമെന്നും നമുക്കൊരു ഐഡിയ കിട്ടും. നല്ല രീതിയിൽ ലോങ് ടൈമിലേക്ക് പ്ലാൻ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്ന സൈറ്റുകളിൽ അത് പൊട്ടില്ല, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഒരു സൈറ്റിന് എന്റിറ്റിയും ടോപ്പിക് വൈസും വെയിറ്റേജ് ഒപ്പിച്ചാൽ, അതായത് ടോപ്പിക്കൽ അതോറിറ്റിയാണ് ഒരു സൈഡിൽ, അതേപോലെ എന്റിറ്റി വെയിറ്റേജും കൂടി ഒപ്പിച്ചു കഴിഞ്ഞാൽ അത്ര പൊട്ടൂല സൈറ്റ്, അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അത് എന്താണ് എന്റിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ വെബ്സൈറ്റിൽ ഇതൊക്കെ ആവശ്യം വരുന്നത് ഫേസ്ബുക്ക് എന്റിറ്റി യൂസ് ചെയ്യുന്ന മറ്റൊരു ആംഗിളിലാണ് കേട്ടോ. ഫേസ്ബുക്കിന് ഇത് നോളജ് ഗ്രാഫ് ഉണ്ട്, അവർ യൂസ് ചെയ്യുന്നത് ഇതേപോലെ റിലേഷൻഷിപ്പ് വ്യക്തികൾ, ഫേസ്ബുക്ക് പേജസ്, അവര് തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, ബന്ധങ്ങൾ, അതിന്റെ വാല്യൂസ് അങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. ഒരു വ്യക്തിയും തമ്മിലുള്ള ഇതെന്താണ്, ഒരു വ്യക്തിയും ആ പേരും തമ്മിലുള്ള ഇതെന്താണ്, അതിന്റെ ഇന്ററാക്ഷൻസ് എന്താണ്, ഈ രീതിയിലാണ് അവര് സൂക്ഷിക്കുന്നത്. ഗൂഗിളിന് അതല്ല വേണ്ടത്, ഇത്തരം സംഭവമാണ് ഗൂഗിളിന് വേണ്ടത്. അതുകൊണ്ട് ഗൂഗിൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് എല്ലാത്തിനും ബാക്കിൽ. ഓക്കെ, ഇനി അടുത്തായിട്ട് ഞാൻ അധികം സമയമില്ല, കളയാനായിട്ട് അധികം സമയമില്ല, ഒരു 5-10 മിനിറ്റ് നിർത്തണം. ഇനി ഞാൻ ജസ്റ്റ് ഒരു ടൂളും കൂടി പരിചയപ്പെടുത്തുന്നതാണ്. ഗൂഗിളിൽ തന്നെ ഒരു ടൂള് ഇതിൽ ഇപ്പൊ അവൈലബിൾ ആണ്, ഗൂഗിളാണ് കക്ഷി, ഇനി നാളെ അത് അവൈലബിൾ ആയിരിക്കുമോ എന്ന് പറയാൻ പറ്റില്ല. അതായത് നമുക്ക് എന്റിറ്റീനെ അനലൈസ് ചെയ്യാനായിട്ട് ഒരു ടൂള് തരുന്നുണ്ട് ഗൂഗിൾ. അപ്പൊ
ഞാൻ ആ ടൂൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ ടൂള്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സോറി ഈ ടൂള് നിങ്ങളുടെ ഗൂഗിളിൽ ജസ്റ്റ് ഇതിൽ ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്താൽ ഈ പേജ് കിട്ടും കേട്ടോ. നാച്ചുറൽ ലാംഗ്വേജ് API ഡെമോ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. നാച്ചുറൽ ലാംഗ്വേജ് API നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ വരും. അതിനകത്ത് ഇത് അപ്പൊ ഇവിടെ ബൈ ഡിഫോൾട്ട് ഗൂഗിൾ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ തൽക്കാലം വേറെ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ കണ്ടന്റുകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് നമുക്കതിന്റെ എന്തൊക്കെയാണ് ഈ ടൂൾ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾക്ക് വേണ്ട പാരഗ്രാഫ് ഇപ്പൊ ഇവിടെ കൊടുത്തത് ഇവിടെ ഗൂഗിൾ തന്നെ കുറച്ച് പാരഗ്രാഫ് സാമ്പിൾ തന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ അനലൈസ് ചെയ്യണം. അനലൈസ് എന്നുള്ളത് ഞാൻ ഇവിടെ ചെയ്യുകയാണ്. ഞാൻ റോബോട്ട് അല്ല എന്നും കൂടി പറഞ്ഞു വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പ്രോസസ് ചെയ്തോട്ടെ. അവൻ പ്രോസസ് ചെയ്തു. ഓക്കെ. അപ്പൊ ഇവിടെ 4 കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു തരും. എൻറ്റിറ്റി, സെന്റിമെന്റ്, മോഡറേഷൻ, കാറ്റഗറി. ഓക്കെ. അതായത് എൻറ്റിറ്റി ഗൂഗിൾ ഇതിന്റെ ഉള്ളിൽ ഡിറ്റക്ട് ചെയ്ത എൻറ്റിറ്റീസ് ആണ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഗൂഗിൾ ഇതിനകത്ത് കാണുന്ന എൻറ്റിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ കണ്ടന്റില്ല എൻറ്റിറ്റി എന്തൊക്കെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അപ്പൊ ഗൂഗിൾ ഇതിനകത്ത് പലതും കണ്ടിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണ് ഗൂഗിൾ കാണുന്നത്? ഇങ്ങനെ ഒരു ഇത് കണ്ടു, അതൊരു പ്രൈസ് ആണ്. ഇത് രണ്ടാമത് ഇത് കണ്ടു, അതൊരു നമ്പർ ആണ്. ഇത് പ്രൈസ് ആണെന്ന് മനസ്സിലാക്കാൻ കാരണം എന്താ, ഈ സാധനം മുമ്പിൽ വന്നത് ഇത് എന്താണ്, ഇതൊരു നമ്പർ കണ്ടോ. അപ്പൊ ഗൂഗിളിൽ മനസ്സിലാവും. നമ്മളപ്പോ പലപ്പോഴും നമ്മളുടെ കണ്ടന്റിൽ എവിടെയെങ്കിലും നമ്മുടെ ഒരു നമ്പർ നമ്മുടെ പ്രൈസിങ് ആണെന്ന് നമുക്ക് ഗൂഗിളിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബുദ്ധിപരമായിട്ട് എന്തായിരിക്കണം നല്ലത്, അതിനു മുമ്പിൽ കറൻസി ഇതും കൂടി ഇട്ടേക്കുക. ഇല്ലെങ്കിലും പലപ്പോഴും മനസ്സിലാവും, വാക്കുകളിൽ നിന്ന് മനസ്സിലാവും. എന്നാലും വ്യക്തമായിട്ട് ഗൂഗിളിൽ മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹാക്കുകൾ നമുക്ക് ഗുണം ചെയ്യും. ഇതൊരു നമ്പറാണ്, ഇതൊരു നമ്പറാണ്. ഇത് കണ്ടപ്പോൾ ഒരു അഡ്രസ് ആണെന്ന് ഗൂഗിളിന് മനസ്സിലായി. ഇത് ഒരു അഡ്രസ് ആണ്, ലൊക്കേഷൻ ആണ്, ആൻഡ്രോയിഡ് ഒരു കൺസ്യൂമർ ഗുഡാണ്, ഇതാണ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാം. അതിന്റെ ഉള്ളിലെ ഗൂഗിളിന്റെ ഓരോ സംഭവങ്ങളും എന്തായിട്ടൊക്കെ കാണുന്നത്, സുന്ദർ പിച്ചൈ, ഒരു പേഴ്സൺ, ഗൂഗിൾ ഓർഗനൈസേഷൻ, ഫോൺ. അപ്പൊ പലതും ഗൂഗിളിനെ നമുക്കിപ്പോ ഇത് പലതും നമുക്ക് നമ്മുടെ കണ്ടന്റിനെ ഗൂഗിൾ എങ്ങനെയാണ് കാണുന്നതെന്നും അതിന് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് എൻറ്റിറ്റി ആയിട്ട് കണക്കാക്കുന്നതെന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പലതും ഗൂഗിൾ അങ്ങനെ തന്നെയാണോ കണക്കാക്കിയിരിക്കണേന്നും നമ്മൾ നോക്കണം. എക്സാമ്പിൾ നമ്മൾ ഒരു സംഭവം ആപ്പിളിനെ കുറിച്ച് എഴുതി, നമ്മൾ ഉദ്ദേശിക്കുന്ന ആപ്പിള് നമ്മുടെ ഫോണൊക്കെ ഉണ്ടാക്കുന്ന ആ കമ്പനിയെ കുറിച്ചാണ്. പക്ഷെ ഗൂഗിൾ ഇതിനകത്ത് നോക്കുമ്പോഴേ ഒരു ഫ്രൂട്ടായിട്ട് ഗൂഗിൾ കണക്കാക്കിയാൽ നമ്മുടെ കണ്ടന്റിന് എവിടെയോ തെറ്റുപറ്റി. ഗൂഗിളിൽ മനസ്സിലാക്കിയത് ഫ്രൂട്ടായിട്ടാണ് എന്ന് അങ്ങനെ സംഭവിക്കില്ല. അതറിയാം. ഞാൻ ഇതായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കും. അപ്പോൾ നമ്മുടെ കണ്ടന്റ് എപ്പോഴും കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ മനസ്സിലാക്കിയിരിക്കുന്ന. നമ്മുടെ കണ്ടന്റിലെ ഒരു ഇതുണ്ട്, അതായത് ഒരു പ്രൈസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗൂഗിളിന് അത് പ്രൈസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അത് ഇതേപോലെ അല്ല കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റിന് സംതിങ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതൊരു നമ്പർ മാത്രമായിട്ടാണ് ഗൂഗിൾ മനസ്സിലാക്കിയത്. നമ്മൾ ഒന്നുകൂടി അതിനെ ട്വീറ്റ് ചെയ്താൽ അതിനൊരു പ്രൈസ് ആയിട്ട് തന്നെ നമുക്ക് ഗൂഗിളിനെ കൊണ്ട് മനസ്സിലാക്കിക്കാൻ സാധിക്കും. അങ്ങനെ എന്തും ജയിച്ചാൽ എവരിത്തിങ് നമുക്ക് നമ്മുടെ കണ്ടന്റിന്റെ ഉള്ളിലുള്ള കുറച്ച് ഫൈൻ ട്യൂണൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനും എൻറ്റിറ്റികളെ മനസ്സിലാക്കാനും ഈ ടൂൾ ഉപയോഗിക്കാം. ഓക്കെ. ഇപ്പൊ ഈ കാണിച്ച ക്ലിയർ അല്ലേ? ജസ്റ്റ് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ കണ്ടന്റ് ജസ്റ്റ് അത് അങ്ങോട്ട് കൊടുക്കുക. എന്താ പറയാ, ഇതെല്ലാം ആ കണ്ടന്റിലുള്ള ഓരോ സംഭവം ഗൂഗിളിൽ ഡിറ്റക്ട് ചെയ്ത എൻറ്റിറ്റീസ് കാണിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ വിചാരിക്കുന്നു. താങ്ക് യു. ഇനി സാറെ ക്വസ്റ്റ്യൻസ് എടുത്തോളി. അല്ല, ഒരു കാര്യം കൂടിയുണ്ട് ലത്തീഫായി, അതും കൂടി തീർന്നിട്ട് ആയിക്കോട്ടെ. ഓക്കെ. രണ്ടാമത് മറ്റൊന്ന് സെന്റിമെന്റ് അനാലിസിസ് ആണ്. സെന്റിമെന്റ് ഈ എൻറ്റിറ്റി ഇതിന്റെയും സംഭവങ്ങൾ ഇത് വെച്ചിട്ട് ഗൂഗിൾ എപ്പോഴും സെന്റിമെന്റ് അനാലിസിസ് കൂടി നടത്താറുണ്ട്. അതായത് ഒരു ടോപ്പിക്ക് അതൊരു ന്യൂട്രൽ ആണോ, പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഗൂഗിൾ നോക്കാറ്. അപ്പൊ പലപ്പോഴും നമ്മൾ പലതും വെച്ചിട്ടൊക്കെ നമ്മൾ കണ്ടന്റ് എഴുതും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ കണ്ടന്റ് റൈറ്റേഴ്സിന്റെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ കൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കാതെ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച് നമ്മളുടെ ടോൺ ആയിരിക്കില്ല അത് അതിന്റെ സെന്റിമെന്റ് ആയിട്ട് വരിക. നമ്മൾ വളരെ പോസിറ്റീവ് ആയിട്ട് എഴുതേണ്ട സംഭവങ്ങൾ നമ്മൾ പോലും അറിയാതെ എഴുതി പോവാൻ നെഗറ്റീവ് ടോണിലേക്കായിരിക്കും ഇത് കയറി പോവുക. അപ്പൊ പലപ്പോഴും നമ്മളുടെ കണ്ടന്റിനെ ഇത് അത്രത്തോളം ഒന്നും SEOയില് ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഗൂഗിളിൽ ചില പ്രത്യേക ടൈപ്പ് സെർച്ച് ക്വറീസ് വളരെ പോസിറ്റീവ് ടോൺ ഉള്ള ഒരു റിസൾട്ടാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് വേണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് സെന്റിമെന്റ് അനാലിസിസ്. കാരണം സെന്റിമെന്റ് അനാലിസിസ് AI ബേസ്ഡ് സെർച്ചസിലേക്ക് വരുമ്പോൾ അവർ പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ സെന്റിമെന്റ്സ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും സെന്റിമെന്റ്സ് കറക്റ്റ് ആയിട്ട് നിർത്താൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന്റെ സെന്റിമെന്റ് അനാലിസിസ് ഇവിടെ കാണിക്കും. നമ്മുടെ ഡോക്യുമെന്റിലെ പല വാക്കുകളൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഈ ഒരു സെന്റൻസിന്റെ ടോൺ എന്താണ് ഓവറോൾ ഇവർ കാണിക്കുന്നുണ്ടാവും.
ഓവറോൾ ഇതിന്റെ സ്കോർ കണ്ടത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് സെന്റിമെന്റ്സിലാണ് നിൽക്കുന്നത്. പച്ച അത് ഇവിടെ താഴെ കാണുന്നുണ്ടാവും. ഈ പച്ചയിൽ വരുന്നത് പോസിറ്റീവ് ആണ്, ഇത് ഒരു ന്യൂട്രൽ ആണ്, ഇത് നെഗറ്റീവ് ആണ്. ഇതിപ്പോ പോസിറ്റീവ്, ഓവറോൾ ആയിട്ട് പോസിറ്റീവ് ആണ്. മാഗ്നിറ്റ്യൂഡ് എത്രത്തോളം ശക്തിയിലാണ് ആ സെന്റിമെന്റ്സ് എന്നുള്ളതാണ് സൂചിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് മോശമല്ലാത്ത ശക്തിയിൽ തന്നെ പോസിറ്റീവ് ആണ്, അതാണ് ഇത് ഓവറോൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും ന്യൂട്രൽ ആണ്, ഇത്രത്തോളം ശക്തി, കുറച്ച് ശക്തി കുറവ്, ന്യൂട്രലാണ് ഇത്. ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഹെവി ആയിട്ട് പോസിറ്റീവ് ആയിരിക്കുന്നത്. യൂസേഴ്സ് ലവ് ദെയർ ന്യൂ ആൻഡ് ഓൾഡ് ഫോൺസ്, അതിനകത്ത് അത് ഹെവി പോസിറ്റീവിലാണ് നിൽക്കുന്നത്. അത് വളരെ, അതിന്റെ മാഗ്നിറ്റ്യൂഡും വളരെ സ്ട്രോങ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. മറ്റൊരു സംഭവം കാണിച്ചു തരാം. ഇതിന്റെ ഒരു സെന്റിമെന്റ് അനാലിസിസിന് ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏകദേശം നോക്കിയാൽ കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ ആണിത്. ഈ ക്ലിയർലി പോസിറ്റീവ് സ്കോർ 0.8, മാഗ്നിറ്റ്യൂഡ് 3.0. ക്ലിയർലി പോസിറ്റീവ്. ക്ലിയർലി നെഗറ്റീവ് സ്കോർ മൈനസും ആണ്, മാഗ്നിറ്റ്യൂഡ് കൂടുതലാണ്. അതായത് സ്കോറും മാഗ്നിറ്റ്യൂഡും ഒരേപോലെ നിന്നാൽ അത് ഹെവിയാണ്, അത് ക്ലിയർ ആണ്. അതായത് ഇത് പോസിറ്റീവ് ആണ്, മോശമല്ലാത്ത സ്കോറാണ് 0.8. മാഗ്നിറ്റ്യൂഡും സ്ട്രോങ് ആണ്, അതായത് നല്ല രീതിയിൽ പോസിറ്റീവാണ്. ഇത് മോശമല്ലാത്ത നെഗറ്റീവ് ആണ് സ്കോർ, അതോടൊപ്പം മാഗ്നിറ്റ്യൂഡ് ഹെവിയാണ്, അതായത് വളരെ സ്ട്രോങ് ആണ് ആ വാക്കുകൾ. ഈ ന്യൂട്രൽ നോക്കുക, സ്കോറും ന്യൂട്രലാണ്, മാഗ്നിറ്റ്യൂഡും വളരെ കുറവാണ്, അത്ര ശക്തിയില്ല, സ്കോർ വളരെ ന്യൂട്രലാണ്. പക്ഷെ ഇത് നോക്കുക കേട്ടാ, ഇവിടെ പല ആൾക്കാർക്കും കൺഫ്യൂഷൻ വരുന്നതാണ്. സ്കോർ 0 ആണ്, പക്ഷെ മാഗ്നിറ്റ്യൂഡ് ഹെവിയാണ്, സ്ട്രോങ് ആണ്. അതിന്റെ അർത്ഥം മിക്സഡ് കണ്ടന്റ് ആണെന്നാണ്. അതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഞാൻ പറയാം, നിങ്ങൾക്ക് പഴയ ഒരു സിനിമയില് ഓർമ്മ ഉണ്ടാകും. നമ്മുടെ ശ്രീനിവാസൻ വന്നിട്ട് ഒരു സിനിമയില് വന്ന് പറയുന്നുണ്ടായിരുന്നു പുള്ളിയുടെ അച്ഛനെ കുറിച്ചിട്ട്. ആദ്യത്തെ പള്ളി അച്ഛനെ കുറിച്ച് നല്ലതാണ് പുള്ളി പറയുന്നത്, അതിന്റെ അച്ഛൻ അങ്ങനെ പുള്ളിക്ക് നല്ലത് വരുത്തണേ, അങ്ങനെ എന്തൊക്കെയാണ് പുള്ളി പറയുന്നത്. സെക്കൻഡ് ഹാഫില് പുള്ളി അങ്ങേറ്റം അച്ഛനെ എന്നാലും ആദിഷ്ടം എന്ന് പറഞ്ഞിട്ട് അടിച്ചു പൊളിച്ച് പുള്ളിനെ ചീത്തയും പറയുന്നുണ്ട്. ഓക്കെ, ഓവറോൾ ഇത് ന്യൂട്രൽ അല്ലേ, പൊക്കിയും പറഞ്ഞു താഴ്ത്തിയും പറഞ്ഞു, പക്ഷെ സെന്റൻസുകൾ വളരെ സ്ട്രോങ് ആയിരുന്നു, മാഗ്നിറ്റ്യൂഡ് ഹെവിയാണ്. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഓവറോൾ ന്യൂട്രൽ ആണെങ്കിലും വാക്കുകൾ സ്ട്രോങ് ആണ്, അതാണ് മാഗ്നിറ്റ്യൂഡ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സെന്റിമെന്റ്സും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് മനസ്സിലാവും. മോഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ടോക്സിക് ഇൻസൾട്ട് കാർഡ്, ഇതിങ്ങനെ പ്രൊഫാനിറ്റി, സെക്ഷൽ, അങ്ങനത്തെ കുറെ എത്രത്തോളം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ ചെറിയ ചില വാക്കുകളൊക്കെ ഉണ്ട് ഇത് നോക്കുന്നത്. അത്രത്തോളം നിങ്ങൾ ഇതിനെ കാര്യമായിട്ടുള്ള ഇത് കൺസിഡർ ചെയ്യണ്ട. ഇതൊക്കെ വയലന്റ് ഒക്കെ എന്താന്നൊക്കെ ഒന്ന് നോക്കിയാൽ മതി, വേറെ അധികം മൈൻഡ് ചെയ്യണ്ട. പിന്നെ നമ്മുടെ ഈ ഡോക്യുമെന്റ് കാണുമ്പോൾ ഗൂഗിൾ ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് ഗൂഗിൾ നോക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഗൂഗിള് കണ്ട ഇത്ര കാറ്റഗറിയിലാണ് ഈ ഡോക്യുമെന്റ് ഇതിനെ ഉൾപ്പെടുത്താൻ പറ്റുന്നതെന്ന് ഗൂഗിളിന് മനസ്സിലായി. അപ്പൊ ശരിക്കും ഇതൊരു നല്ല ടൂളാണ്. ഈ ഓർത്ത് വയ്ക്കുക, NLP നാച്ചുറൽ ലാംഗ്വേജ് ഗൂഗിളിന്റെ APIയുടെ ഡെമോ സെർച്ച് ചെയ്യുക, നിങ്ങളുടെ കണ്ടന്റ് ഇവിടെ കൊടുക്കുക, ഇത് നോക്കുക, നിങ്ങളുടെ എൻറ്റിറ്റീസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഗൂഗിൾ ഡിറ്റക്ട് ചെയ്യുന്ന കറക്റ്റ് കാറ്റഗറി ആണെന്ന് ഉറപ്പെടുത്തുക. സെന്റിമെന്റ്സ് സ്കോർ പറ്റുമെങ്കിൽ സെന്റിമെന്റ്സ് നോക്കിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ന്യൂട്രലാണോ അതോ പോസിറ്റീവിലാണോ നിർത്തേണ്ടത് നോക്കുക. മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് ഏറ്റവും ബെറ്റർ. ഇതിനോടൊപ്പം തന്നെ ഈ ഗ്രീനിൽ വരുത്തുകയും സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ഒപ്പിക്കാനും കൂടി പറ്റി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കാണിക്കാൻ സമയം ഓൾറെഡി അതിക്രമിച്ചിരിക്കുന്നു. അപ്പൊ ലാസ്റ്റ് ഞാൻ ഇപ്പോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പേറ്റന്റുകളാണ്. ഞാനിതിപ്പോ താല്പര്യമുള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ ഇതിപ്പോ ഓരോന്ന് ലിങ്കുകൾ ഞാൻ ഇവിടെ തന്നെ ഇടാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇടാം. പേറ്റന്റുകൾ വായിക്കാൻ താല്പര്യമുള്ളവർ, എല്ലാവർക്കും പറ്റണമെന്നില്ല. എനിക്ക് പൊതുവെ പേറ്റന്റുകൾ വളരെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അതല്ലല്ലോ ശരി. ഇതൊരു പേറ്റന്റ് ആണ്. ഓക്കെ, അസോസിയേറ്റഡ് എൻറ്റിറ്റി വിത്ത് സെർച്ച് ക്വറി, അതിന്റെ ഡയഗ്രാം ഒക്കെ ഇവിടെ ഉണ്ട്. മറ്റൊരു എൻറ്റിറ്റി ക്വസ്റ്റ്യൻ ആൻസർ യൂസിങ് എൻറ്റിറ്റി റെഫറൻസ്. ഇത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേറ്റന്റ് ആണ്, താല്പര്യമുള്ളവർക്ക് വായിക്കാം. ഇത് സിസ്റ്റം ആൻഡ് മെത്തേഡ്സ് ഓഫ് സെലക്ടിങ് കണ്ടന്റ് ബേസ്ഡ് ഓൺ അഗ്രിഗേറ്റിംഗ് എൻറ്റിറ്റി കോഓക്കറൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് എൻറ്റിറ്റി കോഓക്കറൻസ്. ഞാൻ പറഞ്ഞു, സ്ഥിരമായിട്ട് ചില എൻറ്റിറ്റികളുടെ ഒപ്പം വരുന്ന മറ്റ് എൻറ്റിറ്റികൾ ഗൂഗിള് എപ്പോഴും കണക്കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ടോപ്പിൽ റാങ്ക് ചെയ്യുന്ന പല സൈറ്റുകളുടെയും കണ്ടന്റുകളിലുള്ള എൻറ്റിറ്റീസ്, ആ കണ്ടന്റുകളിലുള്ള പല സംഭവങ്ങളും നമ്മുടെ സൈറ്റിൽ ഇല്ലാതെ വരുമ്പോൾ റാങ്ക് ചെയ്യാത്തതിന്റെ ഒരു കേസ് അതാണ്. കാരണം ഗൂഗിൾ പ്രതീക്ഷിക്കുന്നുണ്ട്, കാരണം ഇതുവരെയുള്ള മറ്റ് ആർട്ടിക്കിളിലെല്ലാം ഈ എൻറ്റിറ്റികളുടെ ഈ എൻറ്റിറ്റീസ് ഉണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും ഇന്ത്യയിൽ മാത്രം ഇല്ലാത്തത്, അതാണ് ഗൂഗിൾ ചിന്തിക്കുന്നത്. ഐഡന്റിഫൈങ് ക്വറി ആസ്പെക്ട്സ്, ഇത് വേണമെന്നില്ല, ഇത് അത്ര മൈൻഡ് ചെയ്യേണ്ട വലിയ എൻറ്റിറ്റി റെഫറൻസ് ഉള്ളതാണ് നിങ്ങൾ. പക്ഷെ
അത്രയ്ക്ക് ഇതായിട്ട് എടുക്കണം. പറ്റിയ ഈ 3 പേറ്റന്റുകളും വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ തൽക്കാലം. സമയം കുറച്ച് കടന്നുപോയി, ഉദ്ദേശിച്ചേക്കാളും ഒരു 5 മിനിറ്റ് കൂടുതൽ എടുത്തു. ഇനിയിപ്പോ എന്തെങ്കിലും ടൂളിന്റെ നെയിം എന്താണ്? ടൂളിന്റെ നെയിം ഇത് തന്നെ, താഴെ ആരോട്ടുണ്ട് അതിനകത്ത് ലാംഗ്വേജ്. ഓക്കെ, വി ക്യാൻ ഡിസ്കസ് ദ ക്വസ്റ്റ്യൻ. Digital marketing and we can understand now related, but now can be know and get more related entities if you don't have the topic expertise. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാത്ത ഒരു ടോപ്പിക് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് റിലേറ്റഡ് എൻറ്റിറ്റീസ് അറിയാൻ പറ്റുന്നത്? അത് ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിധത്തിലും ചെയ്യാം. റിലേറ്റഡ് എൻറ്റിറ്റീസ് കണ്ടുപിടിക്കാനുള്ള ചില ടൂളുകളൊക്കെ ഉണ്ട്. നോക്കട്ടെ, അതിന്റെ ലിങ്കുകൾ കിട്ടുകയാണെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്യണം. അല്ലാതെ ഞാൻ അതിന്റെ ലിങ്കുകൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് ഇതിനകത്ത് ഗ്രൂപ്പിലിടാം. വേറെ ടൂൾസുകൾ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ തന്നെ ഏറ്റവും എളുപ്പ മാർഗം എന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ ആ എൻറ്റിറ്റി സെർച്ച് ചെയ്യാം. ആ എൻറ്റിറ്റി സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ തന്നെ അതിന്റെ റിലേറ്റഡ് എൻറ്റിറ്റീസ് കാണിക്കും, ഉറപ്പായിട്ടും കാണിക്കും. അതിന്റെ സൈഡിൽ കാണിക്കും. പിന്നെ ഇമേജസിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഗൂഗിൾ അതിനെ പല പല ഇതായിട്ട് തരം തിരിച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. അതൊരു ഓപ്ഷനാണ്. പിന്നെ നിലവിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടിന്റെ അടുത്ത് ചോദിക്കുക. നമ്മൾ അതിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന നിലവിൽ ടോപ്പിൽ വന്നിരിക്കുന്ന അതിനകത്ത് അതോറിറ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ എടുക്കുക, അവര് പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. എപ്പോഴും കണ്ടന്റ് റിസർച്ച് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അതല്ലാത്ത പക്ഷേ എപ്പോഴും നമ്മൾ കണ്ടന്റ് റിസർച്ച് നന്നായിട്ട് ചെയ്യണം. അതിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് പലപ്പോഴും ചില കണ്ടന്റുകൾ റാങ്ക് ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയുമോ? നമ്മള് പലപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി, അവന്റെ ഒരു റിലേറ്റഡ് എൻറ്റിറ്റി മിസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളിന്ന് ആലോചിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ ബന്ധത്തിലെ കാര്യം ആലോചിക്കും. ഞാൻ ഒരു കഥ മുഴുവൻ പറഞ്ഞു, എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞു, എന്റെ പറഞ്ഞ അമ്മാവന്റെ ഭാര്യനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ എന്റെ അമ്മേനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അമ്മാവനെയും അവരുടെ അപ്പുറത്തേക്കുള്ള അത്രയും സംഭവങ്ങളായിട്ടുള്ള ബന്ധം മുറിഞ്ഞില്ലേ, മനസ്സിലാക്കാൻ പറ്റാതായില്ലേ? അതുപോലെ ഗൂഗിൾ എക്സ്പെക്ട് ചെയ്യുന്ന വളരെ ഇതായിട്ടുള്ള ചില എൻറ്റിറ്റീസ് അത് വേണം, വെബ്സൈറ്റിൽ വേണം. ചോദിച്ചോ, ഡൗട്ടുകൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എങ്ങനെയാണ് കമ്പനീസിന് വേണ്ടി നോളജ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുക? കമ്പനീസിന് വേണ്ടിയിട്ട് നോളജ് ഗ്രാഫ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നോ? ക്വസ്റ്റ്യൻ എനിക്ക് ക്ലിയർ അല്ല. നോളജ് ഗ്രാഫ് എന്ന് പറയുന്നത് ഓരോ കമ്പനി, ഞാൻ ഈ പറഞ്ഞത് എല്ലാ കമ്പനികൾക്കും ഒന്നുമില്ല. ഗൂഗിളിനുണ്ട്, IBM-നുണ്ട്, ഫേസ്ബുക്കിനുണ്ട്, പല കമ്പനികൾക്കും ഉണ്ടാവും. വ്യത്യസ്തങ്ങളായിരിക്കും, അവരുടെ ഉപയോഗം വ്യത്യസ്തങ്ങളായിരിക്കും. ബേസിക്കലി നോളജ് ഗ്രാഫ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇങ്ങനെയാണ് നോഡുകൾ തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണ് ഈ നോഡുകളെയാണ് നമ്മുടെ എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു എൻറ്റിറ്റി അതിന്റെ ആട്രിബ്യൂട്ട് വാല്യൂകളും സൂക്ഷിക്കും. ഒരു എൻറ്റിറ്റിയും ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഇല്ലേ, ചിലപ്പോൾ മറ്റൊരു എൻറ്റിറ്റി ആയിരിക്കും. എക്സാമ്പിൾ എൻറ്റിറ്റി നമ്മുടെ ഇപ്പൊ എന്താണ് പറയാ, നമുക്ക് പെട്ടെന്ന് ഇപ്പൊ നമ്മള് കേരളം ഒരു എൻറ്റിറ്റി ആണല്ലോ. ഇതിന്റെ തലസ്ഥാനം പറയുമ്പോൾ ഒരു എൻറ്റിറ്റി എന്താണ്? അതിന്റെ തലസ്ഥാനം ആട്രിബ്യൂട്ടാണ്. വാല്യൂ എന്താണ്? തിരുവനന്തപുരം മറ്റൊരു എൻറ്റിറ്റിയാണ്. അപ്പൊ ഒരു എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ചിലപ്പോൾ മറ്റൊരു എൻറ്റിറ്റിയാണ്. അപ്പൊ തിരുവനന്തപുരം ഇന്ന് നമ്മളൊരു ബന്ധമായില്ലേ. ഈ കമ്പനികൾ അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഇത്തരം റിലേഷൻഷിപ്പും ഇത്തരം ഇതിൽ സ്ട്രക്ചേർഡ് ഡാറ്റ സൂക്ഷിക്കേണ്ട ചില ആവശ്യങ്ങൾ പല കമ്പനികൾക്കുണ്ടാവും. ഫേസ്ബുക്കിനുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഗൂഗിളിന് ഇങ്ങനത്തെ ഉണ്ട്, അതുപോലെ പല കമ്പനികൾക്കുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ പക്ക ടെക്നിക്കലാണ് അത്. പ്രോഗ്രാമിംഗ് ഡെവലപ്മെന്റ്, ഇതേപോലെ തന്നെ ഡാറ്റാബേസ് ക്രിയേഷൻ, അങ്ങനത്തെയൊക്കെയാണ്. എന്താണ് എനിക്കത് ഉദ്ദേശിച്ച് മനസ്സിലായിട്ടോ? കമ്പനിക്ക് വേണ്ടി എങ്ങനെയാണ് നോളജ് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഹലോ, ഓഡിബിൾ അല്ലേ? റൈറ്റ് സൈഡിൽ കാണുമല്ലോ നോളജ് പാനൽ. മീൻസ് ഇപ്പൊ G2 ആണെങ്കിലും ആണെങ്കിലും അങ്ങനത്തെ ഫേസ്ബുക്ക്. സോ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ ജസ്റ്റ് അവർ വിക്കിപീഡിയ ഒന്നും? നമുക്ക് ഒരിക്കലും നോളജ് പാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നോളജ് ഗ്രാഫിലുള്ള സംഭവങ്ങൾ മാത്രമാണ് നോളജ് പാനൽ വരും. മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്കൊരിക്കലും അവിടെ ശ്യാം കേസിനെ കൊണ്ടുവരാൻ പറ്റില്ല, നോളജ് പാനലിൽ കൊണ്ടുവരാൻ പറ്റില്ല. ശ്യാം കേസ് അവിടെ നോളജ് പാനലിൽ വരണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിന്റെ മുമ്പിൽ എലോൺ മസ്കിനെ പോലെ ശ്യാം കേസ് ഒരു എൻറ്റിറ്റി ആയിട്ട് തീരും. ശ്യാം കേസ് നോളജ് ഗ്രാഫിൽ കയറി പറ്റണം. ഇനി ശ്യാം കേസ് നോളജ് ഗ്രാഫിൽ കയറി പറ്റണം എന്നുണ്ടെങ്കിൽ ശ്യാം കേസ് നെറ്റിൽ വളരെയധികം സെർച്ച് ചെയ്യപ്പെടുകയോ വിക്കിപീഡിയയിലോ IMDb-യിലോ പോലത്തെ സ്ഥലങ്ങളിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയോ പല പേപ്പറുകളിലൊക്കെ പല വിധത്തിലും മെൻഷൻസും മറ്റും പലതും സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കയറി പറ്റുന്ന
സംഭവമാണ്. ബേസിക്കലി IMDb-യിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഈ വിക്കിപീഡിയയിലൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടുകയും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കുറച്ച് മെൻഷൻസ് ഒക്കെ കിട്ടിയാൽ നോളജ് പാനലിൽ വരും. പക്ഷെ അതോടൊപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മെട്രിക്സുകൾ പറഞ്ഞില്ലേ, അതായത് റീസെന്റ് എത്രത്തോളം സെർച്ച് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഇത് വരുന്നുണ്ട്, അതിന്റെ റെലവൻസ് ഒക്കെ പറഞ്ഞില്ലേ, അങ്ങനത്തെ ചിലതില്ലെങ്കിൽ നോളജ് ഗ്രാഫിൽ നിന്ന് ഔട്ടാകാനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഡയറക്റ്റ്, നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല. ഓക്കെ, ഗോട്ട് ഇറ്റ്. താങ്ക് യു. ഓക്കെ, ഹലോ വേറെ സർ, ഗുഡ് ഈവനിങ്. എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ കാറ്റഗറീസ് പേജിലൊക്കെ ഒരുപാട് കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ സാർ പറഞ്ഞ തന്നെ ഒരു ടൂൾ ഉണ്ടല്ലോ നമുക്ക്, ആ ടൂളിൽ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഡാറ്റാബേസ് ആഡ് ചെയ്യുന്നതാണോ ബെറ്റർ? അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബെനിഫിറ്റ് ആണോ? അതായിരുന്നു. അതായത് നമ്മൾ കണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ആ ടൂൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത് നല്ലതാണോ എന്നല്ലേ ചോദിച്ചത്? അതെ അതെ അതെ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു റെഫറൻസ് ആണ്. നമ്മൾ എല്ലായ്പ്പോഴും അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. നമുക്ക് എന്നാലും നല്ലതാണ് നമ്മളുടെ, കാരണം നമ്മൾ ഇപ്പൊ ഈ NLP നമ്മൾക്കറിയാം, നമ്മളുടെ AI ആണെങ്കിലും ശരി, നമ്മുടെ ഗൂഗിൾ ആണെങ്കിലും ശരി, എല്ലാവർക്കും ഈ NLP അൽഗോരിതങ്ങളാണ് നമ്മളുടെ വെബ് പേജിലെ കണ്ടന്റ്സ് വായിക്കണമെന്ന് അറിയാലോ. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആ അൽഗോരിതങ്ങളാണ് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ വായിക്കുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും സുഖം ഈ NLP-കൾ നമ്മുടെ കണ്ടന്റിനെ എങ്ങനെ വായിക്കുന്നു എന്ന് അറിയുന്നത് നല്ലതല്ലേ? അത്ര വിചാരിച്ചാൽ മതി. അപ്പൊ അത് അവിടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഡോക്യുമെന്റ് അവിടെ ഇങ്ങനെ സെന്റിമെന്റ് സ്കോർ നെഗറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണ്. കാരണം എന്താണെന്ന് അറിയുമോ, നെഗറ്റീവ് ഇവര് കണ്ടുപിടിക്കുന്നത് വളരെ വിചിത്രമായിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വരുന്ന നെഗറ്റീവ് വേർഡ്സുകളില്ലേ, എന്തും തന്നെ. ഇപ്പൊ എക്സാമ്പിൾ, നിങ്ങൾ തോൽക്കാതിരിക്കാൻ വേണ്ടി എന്ന് നമ്മൾ എഴുതി നമ്മുടെ കണ്ടന്റിൽ, നിങ്ങൾ തോൽക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് ചെയ്തു തരും എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചോ. നമ്മളെ സംബന്ധിച്ച് അടിപൊളി വാക്കാം. പക്ഷെ ഈ NLP-കൾ പിടിക്കുന്നുണ്ടല്ലോ, തോൽവി, സെന്റിമെന്റ്സ് മൈനസിലേക്ക് പോകും. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ ജയിപ്പിക്കും. ഇതിന്റെ സെന്റിമെന്റ് സ്കോർ ഹൈ വരും. അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് NLP-ക്ക്, എന്നാലും അതൊക്കെ ഇമ്പ്രൂവ് ആയി വരും. അപ്പൊ ആ രീതിയിലൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ എസ്പെഷ്യലി നമ്മളുടെ ചില സ്റ്റാറ്റിസ്റ്റിക്സുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ കണ്ടന്റിൽ. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ നമ്പറുകൾ ഉണ്ടാവും, അഡ്രസ്സുകൾ പലതും ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് NLP എടുക്കണേന്ന് അത് അറിയുന്നത് നല്ലതാണ്. ഈ ടൂളൊക്കെ എല്ലാ ആർട്ടിക്കിൾസിലും നോക്കാൻ സമയമുണ്ടെങ്കിൽ ചെയ്യാം. ഇവിടെ വേറെ ഹൗ ടു ഫിക്സ് പ്രൈമറി കീവേഡ്സോ ഇഫ് എ ബിസിനസ് ഇസ് ടു മച്ച് കോമ്പറ്റീറ്റീവ് ആൻഡ് ഹൗ മെനി കീവേഡ് ഈസ് ബെസ്റ്റ് ടു സ്റ്റാർട്ട്. വേറെ ഒരു ടോപ്പിക്കിന്റെ കാര്യമാണ് ഹൗ മെനി. ഈ കീവേഡ്സിന്റെ എണ്ണമൊക്കെ നോക്കുന്ന കാലം പോയട്ടോ. ഇപ്പൊ നമുക്ക് ഇത്ര, അതൊക്കെ വളരെ പഴയ സംസ്കാരമാണ്. നമുക്ക് ഇത്ര കീവേഡ്സിന് റാങ്ക് ചെയ്യിക്കുക, അത് പണ്ട് നമ്മള് പാക്കേജ് ഒക്കെ കൊടുത്തിരുന്ന പണ്ടൊക്കെ അങ്ങനെയുള്ളൂ. 10 കീവേഡിന് ഇത്ര രൂപ, 50 കീവേഡിന് ഇത്ര രൂപ എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയല്ല. നമ്മളൊരു കീവേഡിന് ശ്രമിച്ചാൽ ചിലപ്പോൾ ആ കീവേഡിന് റാങ്ക് ആയില്ല പോലും, ചിലപ്പോൾ വേറെ 50 കീവേഡിന് റാങ്ക് ആവും. അങ്ങനത്തെ ഒരു കാലഘട്ടം. എത്ര കീവേഡ്സ് ആയിപ്പോൾ ഉള്ളത് ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. ഉറപ്പായിട്ടും നമ്മൾ ഒരു ബിസിനസ്സിന് എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കേസ് ഞാൻ പറയാം, ആ ബിസിനസ്സിനെ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഒരു ബയർ പേഴ്സണായി നമ്മുടെ എല്ലാം നമ്മൾ 3 ലെവലെ പോലെ ചിന്തിക്കണം. 1, നമ്മുടെ ബിസിനസ്സുകാരനെ പോലെ ചിന്തിക്കണം. 2, നമ്മുടെ ബിസിനസ്സുകാരന്റെ കസ്റ്റമറില്ലേ അവനെ പോലെ ചിന്തിക്കണം. 3, നമ്മളായിട്ട് ഡിജിറ്റൽ മാർക്കറ്ററോ SEO എന്താണോ അവനായിട്ടും ചിന്തിക്കണം. 3 ലെവലിൽ നമ്മൾ ചിന്തിക്കണം. അപ്പൊ ആദ്യം അവന്റെ ബിസിനസ്സിനെ ശരിക്കും മനസ്സിലാക്കുമ്പോഴേ, ഇപ്പൊ ഞാൻ പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനം. ഓക്കെ, ഞാൻ എന്തിനാണ് അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അപ്പൊ ആ സ്ഥാപനം ഓൺലൈൻ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ജാവയുടെ കോഴ്സ് ചെയ്യുന്നു. അപ്പൊ അവൻ കൊടുക്കുന്നത് ഓൺലൈൻ കോഴ്സ് ആണെന്ന് വിചാരിക്കുക. അവൻ കോഴ്സ് കൊടുക്കുന്നത് ഓൺലൈൻ ആണെന്ന് വിചാരിക്കുക. അവൻ കോഴ്സ് കൊടുക്കുന്നത് കേരളത്തിൽ നിന്നാണ് അവൻ കൊടുക്കുന്നത്. പക്ഷെ അവന്റെ കോഴ്സ് ഓൺലൈനാണ്. ഇനി ഇവിടെ നിന്നാണ് നിങ്ങളുടെ ബുദ്ധി കൊടുക്കുന്നത്. ഇവിടെ ചിന്തിക്കാത്ത ഒരുത്തം ചെയ്യാൻ പോകുന്നത് ജാവ കോഴ്സിന് കേരളയിൽ റാങ്ക് ചെയ്യിക്കാനായിരിക്കും ശ്രമിക്കുന്നത്, അല്ല ജാവ കോഴ്സിന് എറണാകുളം ആയിരിക്കും അവൻ ശ്രമിക്കുന്നത്. ഇതാണോ അവന്റെ ഓഡിയൻസ്? അല്ല. ആ ജാവ കോഴ്സിന് എറണാകുളം സെർച്ച് ചെയ്യുന്നവൻ ഉദ്ദേശിക്കുന്നത് എറണാകുളത്തുള്ള ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇവന് വേണ്ടത് ഓൺലൈൻ കോഴ്സാണ്. അപ്പൊ ഓൺലൈൻ കോഴ്സ് സെർച്ച് ചെയ്യുന്നവരുത്തനെയാണ് ഇവന് ആവശ്യം. നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക. ഓൺലൈൻ കോഴ്സ് സെർച്ച് ചെയ്യുന്നവരുത്തനെ എറണാകുളം സെർച്ച് ചെയ്യും. അവന് ഇവിടെ നിന്നാണെങ്കിൽ എന്താ പ്രശ്നം? ഓൺലൈൻ കോഴ്സ് സെർച്ച് ചെയ്യുന്നവർക്ക് സെർച്ച് ചെയ്യാൻ സാധ്യത കൂടുതൽ എവിടെ ആയിരിക്കും? ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും. ഓൺലൈൻ ജാവ കോഴ്സിന് മലയാളം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോളൂ. ഇങ്ങനെ ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറെ കീവേഡ്സ് കിട്ടും. ഇവന്റെ ബിസിനസ് ആയിട്ട് മെയിൻ അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന
കുറെ കീവേഡ്സ് കിട്ടും എന്ന് വിചാരിച്ച് ജാവ കോഴ്സിൻ കേരളയില് റാങ്ക് ചെയ്താൽ നല്ലത് തന്നെ. ഇല്ലെന്നാലും പറഞ്ഞാൽ അവരവരുന്നു നമ്മുടെ ആ കോഴ്സ് ഓൺലൈൻ ആണെങ്കിൽ കുറച്ച് കൺവേർട്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ ഫസ്റ്റ് പ്രൈമറി ഓൺലൈൻ കോഴ്സ് ജാവ കോഴ്സിൻ മലയാളം, ഓൺലൈൻ ജാവ കോഴ്സിൻ ഇത് അങ്ങനത്തെ തരും. അങ്ങനത്തെ അതാണ് നമ്മുടെ ആദ്യത്തെ കീവേഡ്സുമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ഏറ്റവും ഹൈ ആയിട്ട് നമ്മളുടെ ബിസിനസ്സായിട്ട് അലൈൻഡ് ആയിട്ട് നിൽക്കുന്നതാണ്. എന്നിട്ട് രണ്ടാമത് നമ്മൾ ഇതിനോട് റിലേഷൻഷിപ്പ് വരുന്ന മറ്റു ടോപ്പിക്കുകൾ എൻറ്റിറ്റിയൊക്കെ നമ്മൾ പിക്ക് ചെയ്യാം. മനസ്സിലായി? ഇതിനോട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ജാവ കോഴ്സിൻ മലയാളം സെർച്ച് ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ എന്താണ്? അവൻ വീട്ടിലിരുന്നിട്ട് പ്രോഗ്രാമിംഗ് പഠിച്ച് ഒരു ജാവ ഡെവലപ്പർ ആകാൻ ഇരിക്കുന്നതാണ്. ജാവയിൽ എന്തിനായിരിക്കും അവൻ ഡെവലപ്പ് ചെയ്യുന്നത്? അവൻ ചിലപ്പോൾ മൊബൈൽ ടെക്നോളജിയിലേക്കോ അല്ല ബിഗ് ഡാറ്റയിലേക്കോ അതേപോലത്തെ സംഭവങ്ങളിലേക്കോ പോകാനായിട്ടായിരിക്കും അവൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് അവന് പോയി പഠിക്കുന്നില്ല? അവൻ ഓൺലൈനാണ് അവൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അവൻ ഓൺലൈൻ പ്രിഫർ ചെയ്യുന്നത് അവൻ എന്തിനാണ് ജോലിക്ക് അവൻ വരുമാനം ഉണ്ടാക്കാനായിരിക്കും. ഇവനെ അലൈൻഡ് ആയിട്ട് നിൽക്കുന്ന പല ടോപ്പിക്കുകൾ ഉണ്ടാവും. എങ്ങനെ നിങ്ങൾക്ക് ഒരു മൊബൈൽ ഡെവലപ്പർ ആക്കാം, വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചുകൊണ്ട് എങ്ങനെ ഒരു മൊബൈൽ ഡെവലപ്പർ ആകാം എന്നുള്ള ഒരു ആർട്ടിക്കിൾ പോലും നമ്മുടെ ഓൺലൈൻ ജാവ കോഴ്സിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അതും അവനായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ഇങ്ങനെ ഡിഫറെന്റ് കീവേഡ്സുകൾ കണ്ടുപിടിച്ച് അതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരു കണ്ടന്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കണ്ടന്റ് സ്ട്രാറ്റജി നമ്മൾ മൊത്തം ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ ആ വെബ്സൈറ്റിലെ പ്രൈമറി ബിസിനസ് മേക്കിംഗ് കീവേഡ്സ് പ്രൈമറിയും സെക്കൻഡറിയും എല്ലാം കറക്റ്റ് ആയിട്ട് അലൈൻഡ് ആയിട്ട് ആ വെബ്സൈറ്റിൽ വരികയും ചെയ്യും. ഒപ്പം തന്നെ വെബ്സൈറ്റിന്റെ എൻറ്റിറ്റിക്ക് വെയിറ്റേജ് കൂടുതലായിരിക്കും. ഒപ്പം പർട്ടിക്കുലർ ടോപ്പിക്കുകൾക്ക് റെലവൻസിയും കൂടുതലായിരിക്കും അതിന്റെ. അങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഈ ജാവ കോഴ്സിന്റെ ടോപ്പിക് എന്താ? ജാവ കോഴ്സ്, ലേൺ ജാവ കോഴ്സ്, ജാവ ട്യൂട്ടോറിയൽ, ജാവ ഗൈഡ്സ്, ഇതെല്ലാം ഡിഫറെന്റ് കീവേഡ്സ് ആണ്. പക്ഷെ ഒറ്റ ടോപ്പിക്കാണ് ഇതെല്ലാം ചേർന്നത്, ജാവ ലേൺ എന്നുള്ള രീതിയിൽ. അത് കളക്ഷൻ ഓഫ് കീവേഡ്സ് ആണ് ശരിക്കും പറഞ്ഞ ടോപ്പിക് എന്ന് പറയുന്നത്. അങ്ങനെ എക്സാക്ട്ലി അല്ല, ഞാൻ ജസ്റ്റ് പറയണം. ഒരു പർട്ടിക്കുലർ ബ്രോഡർ ടൈമാണ് ടോപ്പിക് എന്ന് പറയുന്നത്. അതിനകത്ത് കുറെ കീവേഡ്സ് വരും. ഈ കീവേഡ്സ് എന്തായാലും ആ ഒരു ടോപ്പിക്കിലായിരിക്കും അവൻ റെഫർ ചെയ്യുന്നത്. But now no more about this. I am learning how to use NLP with the help of Python to find out semantically related words using vector and but also using large language models. വെക്ടേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യൂസ് NLP with the help of Python to find semantically related words. Cosine similarity നിങ്ങൾ ഉദ്ദേശിച്ചത് അതാണ് cosine similarity. Learning how to use NLP with the help of Python. പൈത്തൺ ഡെവലപ്പർ ആണെന്ന് വിചാരിക്കുന്നു. നല്ലത് തന്നെ. പൈത്തൺ അറിയാവുന്ന എനിക്കൊരു മൈലേജ് കൂടുതൽ കിട്ടും. ഇനി അങ്ങോട്ടേക്ക് കുറെ സ്ഥലങ്ങളിലൊക്കെ ബേസ്ഡ് പല രീതിയിൽ നമുക്ക് പൈത്തൺ അത്യാവശ്യം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതാണ്. കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പറഞ്ഞ ടു വെക്ടറൊക്കെ വേറെ ഉണ്ടോ? ഈ ടോപ്പിക്കായിട്ട് ബന്ധമില്ലെന്ന് പറയുന്നില്ല. എന്റെ ആയിട്ട് ഞാൻ മറ്റൊരു ദിവസം വേണമെങ്കിൽ എടുക്കാതെ വെക്ടേഴ്സ് ഒരു ഇത്തിരി ഇതായിട്ടുള്ള. കാരണം ഗൂഗിള് നമ്മുടെ ഡാറ്റയെ പല വിധത്തിലും സ്റ്റോർ ചെയ്യുന്നുണ്ട്. കീവേഡ് വൈസ്, ടോപ്പിക് വൈസ്, ഈ പറഞ്ഞ എൻറ്റിറ്റിയുടെ ഇതുപോലെ തന്നെ വെക്ടേഴ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ മെട്രിക്സ് എന്ന് പറയില്ലേ, 3x3 മെട്രിക്സ്, 4x4 മെട്രിക്സ് എന്നൊക്കെ പറയില്ലേ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെ 0 0 0 0 1 2 3 എന്നൊക്കെ ആയിരിക്കും. അതേപോലെ നമ്മളുടെ ഒരു സെന്റൻസ് ആവട്ടെ, ഒരു ആ ടെക്സ്റ്റ് കണ്ടന്റിനെ കംപ്ലീറ്റ് ഇവര് ഇത്ര ഇതിലേക്ക് മാറ്റും, നമ്പേഴ്സിലേക്ക് മാറ്റും. 0 0 0 1 2 3 നമ്മൾ വിചാരിക്കുന്ന പോലെ കേട്ടോ. സാമാന്യ കോംപ്ലിക്കേഷൻ ആണ് ഈ മെട്രിക്കുകൾ. നോർമലി ഒരു 5x5 മെട്രിക് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ തലച്ചോറ് പൊട്ടും. ഈവൻ ചെറിയ കമ്പ്യൂട്ടറുകൾക്ക് പോലും പെട്ടെന്ന് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. ഒരു 8x8 മെട്രിക്സ്, 10x10 മെട്രിക്സ് എന്നൊക്കെ പറഞ്ഞാൽ 3x3 4x4 വരെയൊക്കെ നമുക്ക് അത്യാവശ്യം പിടിച്ചിരിക്കാൻ പറ്റും. ഇത് 500 800 1000x1000 5000 അങ്ങനത്തെ ഹൈ ലെവൽ ഡയമെൻഷൻ മെട്രിക്കുകളായിട്ടാണ് ഈ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു വലിയ ടെക്സ്റ്റിനെ കംപ്ലീറ്റ് 1 ഡയമെൻഷനിലുള്ള മെട്രിക്സുകളായിട്ട് സൂക്ഷിക്കും. അതിനാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സിമിലർ, ഇപ്പൊ നമ്മളൊരു ആർട്ടിക്കിളിനെ എങ്ങനെയൊക്കെ ഷഫിൾ ചെയ്ത് വേറെ ഒരു ആർട്ടിക്കിൾ എഴുതിയാലുണ്ടല്ലോ, ഇതിനെ വെക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും നോക്കിക്കഴിയുമ്പോൾ ഏതാണ് സിമിലർ വാല്യൂ ആയിരിക്കും. ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അതാണ് ക്വസ്റ്റ്യൻ സിമിലാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ വെക്ടേഴ്സ് കുറെ കാര്യത്തിന് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു മറ്റൊരു ടോപ്പിക്കാണ്. അതെ, ബൈനറി ഓപ്പറേഷൻസ്, അത് മറ്റൊരു ടോപ്പിക്കാണ്. ഞാൻ വേറെ പറയാം. എൻറ്റിറ്റി റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടോ? ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞത്? ഭയങ്കര കോംപ്ലിക്കേഷൻസ്, ഇത് ഭയങ്കര ടെക്നിക്കലാണെന്നൊക്കെ തോന്നുന്നുണ്ടോ? ക്ലിയർ ആയവരൊന്നും കൈവെക്കാമോ ഇന്ന് പറഞ്ഞ സംഭവങ്ങൾ? ഭാഗ്യം കുറച്ച് ആൾക്കാരെങ്കിലും കൈവക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വേറെ ഡൗട്ടുകൾ ഇല്ലെന്ന് തോന്നുന്നു. എന്താ ഡൗട്ടുകൾ എന്താ ചോദിക്കാം? ഇതില് അഭിനവെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യോ?
ഓക്കെ, വേറെ ആർക്കെങ്കിലും ഈ ടോപ്പിക് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഹലോ, ഇല്ലെന്ന് തോന്നുന്നു. ഞാനെന്നാൽ ഓക്കെ, ടോപ്പിക് റിലേറ്റഡ് ഡൗട്ടുകളില്ല. ഞാനെന്നാൽ നിർത്തട്ടെ. SEO നെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും ഇനി SEO ബേസ്ഡ് ഈ ടോപ്പിക് അല്ല, SEO മറ്റു കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഉള്ള ആരെങ്കിലും ഉണ്ടോ SEO റിലേറ്റഡ്? ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഭിനവേ ബാക്കിയുള്ള വിഷയങ്ങളെ കുറിച്ച് ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. അതെ, ആഡ്സോ പെർഫോമൻസ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ജനറൽ ഡിസ്കഷനിലേക്ക് കടക്കാം. ആരും ചോദ്യങ്ങളില്ലേ? ഹിസ്റ്റോറിക്കൽ ചോദ്യങ്ങളില്ല. ഒപ്റ്റിമൈസേഷൻ കുറിച്ചൊന്ന് പറയാമോ? ഇത് എന്തിനെ കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ്? ഓർഗാനിക് സെർച്ച് ആണോ, പെയ്ഡ് ആണോ? അത് മനസ്സിലായിട്ടില്ല. ആ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. സോ ഓഡിബിൾ അല്ലേ? അത് SEO-യിൽ വരുന്നതാണ് അല്ലെ? ഹിസ്റ്റോറിക്കൽ ഒപ്റ്റിമൈസേഷൻ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ സാറേ, SEO-ല് ഹിസ്റ്റോറിക് ഒപ്റ്റിമൈസേഷൻ നമ്മൾ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ളതാണ്. അത് ഈ ഹിസ്റ്റോറിക്കൽ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലർക്കും മനസ്സിലാവണമെന്നില്ല. അത് ഈ ഇടത്ത് വരുന്ന ഈ ഒരു ബസ് വേർഡ്സ് പോലെയൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മുടെ പഴയ ബ്ലോഗ് പോസ്റ്റുകൾ ഒന്ന് അതിനകത്തോട് പുതിയതായിട്ട് വാല്യൂസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അത് സംഭവം അല്ലെ? അതല്ല ഉദ്ദേശിച്ചതല്ലേ? ഓൾഡ് കണ്ടന്റ്സിനെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ ഈ ഓൾഡ് കണ്ടന്റ്സിനെ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില ടൈപ്പ് ഓഫ് ടോപ്പിക്കുകൾ, ഇപ്പൊ ഞാൻ പറയുന്നത് ഏറ്റവും മികച്ച 10 സോളാർ പാനൽ മാനുഫാക്ചേഴ്സ് എന്നുള്ളൊരു ആർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ആർട്ടിക്കിൾ 10 വർഷം മുമ്പുള്ളതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ആർട്ടിക്കിൾ ഇപ്പൊ എന്തിനു റാങ്ക് ചെയ്യണം? ഔട്ട്ഡേറ്റഡ് ആയില്ലേ? അത് ഉറപ്പായിട്ടും ഇങ്ങനെ ഔട്ട്ഡേറ്റഡ് ആകാൻ സാധ്യതയുള്ള ചില ടോപ്പിക്കുകളുണ്ടാവും. അപ്പോ അങ്ങനത്തെ മസ്റ്റായിട്ടും അങ്ങനത്തെ ഔട്ട്ഡേറ്റഡ് ടോപ്പിക്കുകൾ ഉള്ള സംഭവങ്ങൾ നമ്മൾ അതിനകത്തോട്ടൊരു റീസൻസി കൊണ്ടാണ്, അതായത് അപ്ഡേറ്റ് ചെയ്യണം. അത് ഈ അടുത്ത് അപ്ഡേറ്റ് ചെയ്തതാണ് 2025 ഏറ്റവും മികച്ച സോളാർ പാനൽ മാനുഫാക്ചേഴ്സ് ഇൻ 2025 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അപ്ഡേഷൻ ആവശ്യമാണ്, മസ്റ്റ് ആണ്. കാലത്തിനനുസരിച്ച് അപ്ഡേഷൻ വേണമല്ലോ, കണ്ടന്റുകൾക്ക് വേണം. നമ്മളത് വേറെ കൂടുതൽ ചിന്തിക്കണം, SEO-നെ കുറിച്ചൊന്നും ചിന്തിക്കണം. അല്ലാതെ തന്നെ അപ്ഡേഷൻ വേണ്ട പേജസ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതൊരു സൈഡ്. രണ്ടാമത് നമ്മളൊരു ടെക്നിക്കൽ സൈഡിൽ ആലോചിക്കുമ്പോൾ ഗൂഗിള് പലത് കണ്ടന്റുകളുടെ ക്വാളിറ്റി മറ്റേതിനോടൊപ്പം തന്നെ അതിന്റെ ഒരു ഫ്രഷ്നെസ് കൂടി ഗൂഗിൾ കണക്കാക്കുന്നുണ്ട്. ഫ്രഷ്നെസ് എത്രത്തോളം ഇതായിട്ട് അപ്ഡേറ്റഡ് ആണ് എന്നുള്ളത്. അപ്പൊ ഉറപ്പായിട്ടും കുറെ നാളെ എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടന്റും ക്വാളിറ്റി ഉള്ള ഒരു കണ്ടന്റും അതോടൊപ്പം തന്നെ അത് റീസെന്റ് അതിനോട് കുറച്ചുകൂടി വാല്യൂസ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് SEO പരമായിട്ടും ഗൂഗിളിന്റെ ക്രോൾ റേറ്റുകളും മറ്റെല്ലാത്തിനും ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തത് ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ക്രോൾ ബഡ്ജറ്റിൽ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമുക്ക് 2 ടൈപ്പ് ക്രോളിംഗ് ആണ് എപ്പോഴും നമുക്ക് കിട്ടുക. ഡിസ്കവറി ക്രോളിങ്ങും പിന്നെ റിഫ്രഷിംഗ് ക്രോളിംഗ്. രണ്ടും നമുക്ക് സെർച്ച് കൺസോളിൽ നിന്ന് കാണാൻ പറ്റും. എത്ര പെർസെന്റേജ് ഡിസ്കവറി, എത്ര പെർസെന്റേജ് റിഫ്രഷിംഗ് നടക്കുന്നുള്ളത്. ഈ റിഫ്രഷിംഗ് ക്രോളർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള പേജസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ റിഫ്രഷ് ക്രോളിംഗ് റേറ്റും നല്ല രീതിയിൽ നിർത്തേണ്ടത് ആവശ്യമാണ്. കാരണം ഓവറായിട്ട് പോകാൻ വരാൻ പാടില്ല. കാരണം എല്ലാ ദിവസവും ഒരു പേജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റാങ്കിങ്ങിനെ അഫക്ട് ചെയ്യും. പക്ഷെ പീരിയോഡിക്കലായിട്ട് നമ്മുടെ ഒരു കണ്ടന്റ് ഡിമാൻഡ് ചെയ്യുന്ന പോലെ പീരിയോഡിക്കലായിട്ട് അതിനോട് ഒരു വാല്യൂ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ വർദ്ധിപ്പിക്കും, റാങ്കിങ് കാര്യങ്ങൾ വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ ക്രോളിംഗ്, റിഫ്രഷിംഗ് ക്രോളിങ്ങിനെ നല്ല രീതിയിൽ നമുക്ക് നിലനിർത്താനും പറ്റും. അപ്പൊ എല്ലാ ആസ്പെക്റ്റിലും അത് ആവശ്യമാണ്. ഓക്കെ സാർ, ഇപ്പോൾ നമ്മൾ ഈ ഹിസ്റ്റോറിക്കൽ ഓപ്റ്റിമൈസേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിലെ കണ്ടന്റ്സ് അല്ലെങ്കിൽ ബ്ലോഗിലുള്ള കണ്ടന്റ്സ് പുതിയതായിട്ട് അപ്ഡേഷൻ വരുത്തുന്നതന്നെയല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് അപ്ഡേറ്റ് ഓപ്റ്റിമൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ചെയ്തിട്ടുണ്ട്, ഇത് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയായിരുന്നു അനലൈസ് ചെയ്യാൻ പറ്റും? അത് ഒന്നെങ്കിൽ ഓപ്റ്റിമൈസ് ചെയ്യുന്നതിന് മുമ്പേ ഇത് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു കണ്ടന്റ് ആണെന്ന് അറിയാനും, ചെയ്തു കഴിഞ്ഞാൽ ഓപ്റ്റിമൈസ് ചെയ്തു കഴിഞ്ഞാൽ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനും കൂടെ എങ്ങനെ ആയിരിക്കും പറ്റുന്നത്?
നമ്മൾക്കറിയാനാണോ അതോ ഗൂഗിളിനെ അറിയിക്കാനാണോ? നമ്മൾക്കറിയാം ഇപ്പോ അതായത് ഹിസ്റ്റോറിക്കൽ ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഴയ കണ്ടന്റ് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണല്ലോ. അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ട സമയമായി എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ഓ അല്ലല്ല, അങ്ങനെ അറിയാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. അവിടെ നമ്മുടെ ഒരു കോമൺ സെൻസ്. ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു പേജ് ഉണ്ട്, നമ്മുടെ വെബ്സൈറ്റിൽ ഒരു 1000 ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 1000 ആർട്ടിക്കിൾസ് ഒരു സൈഡിൽ നമ്മൾ അത് വലിയ കമ്പനികളിലൊക്കെ നടക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ നമുക്കെപ്പോഴും പുതിയ കണ്ടന്റുകൾ ഇടാനുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ടാവും അല്ലെ. മന്ത്ലി 8 ആർട്ടിക്കിൾ 10 ആർട്ടിക്കിൾ 12 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ടാവും ഒരു സൈഡിൽ. അതോടൊപ്പം തന്നെ ഇതിന് പാരലലി നമ്മൾ ചെയ്യുന്ന അതാണ് പഴയ കണ്ടന്റുകളുടെ അപ്ഡേഷനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളെന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ അപ്ഡേഷൻ ഫ്രീക്വൻസി സൈറ്റിന്റെ വലിപ്പം അനുസരിച്ചായിരിക്കും. ചിലപ്പോൾ നമ്മൾ തീരുമാനിക്കുന്ന വെച്ചാൽ ഒരു 2 ഇയർ ബാക്കിലുള്ളതായിരിക്കും നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ അത് ഓരോരുത്തർക്കും അതിന്റെ ഒരു രീതിയാണ് കേട്ടോ. നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും തീരുമാനിക്കുക, 2 വർഷം ബാക്കിലുള്ള ആർട്ടിക്കിൾസ്, അല്ലെങ്കിൽ എവരി 2 ഇയർ നമ്മുടെ കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എവരി 1 ഇയർ നമ്മുടെ കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ എവരി 3 ഇയർ, ചിലപ്പോൾ 5 ഇയർ, ചിലപ്പോൾ 10 ഇയർ ആയിരിക്കും, 10 വർഷം. ചില കണ്ടന്റുകൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടെന്ന് തോന്നിക്കും. ചില കണ്ടന്റുകൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവില്ല, അത് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചിലത് അങ്ങനെയാണ്, അപ്ഡേറ്റ് ചെയ്യേണ്ട. പക്ഷെ ചില കണ്ടന്റുകൾ ഉണ്ടാവും എവരി ഇയർ അപ്ഡേറ്റ് ചെയ്യണം എന്ന് ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കും. ചില കണ്ടന്റുകൾ 6 മാസം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെന്നായിരിക്കും. അങ്ങനത്തെ അത്തരം ടോപ്പിക്കുകളായിരിക്കും. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു ഇതില്ല. അവിടെ കോമൺ സെൻസും നമ്മുടെ സൈറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ടൈം തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് അവിടെ. ഓക്കെ സർ, താങ്ക് യു. സാറേ ഒരു ക്വസ്റ്റ്യനും കൂടി കണ്ടല്ലോ, അഭിനവേ ഒന്ന് വായിക്കാൻ പറ്റുമോ? ഓക്കെ, കീവേഡ് ചൂസ് ചെയ്യുമ്പോൾ അതല്ലേ? ഹലോ, കീവേഡ് ചൂസ് ചെയ്യുമ്പോൾ സെർച്ച് വോളിയം ഡേറ്റ പ്ലവറിൽ നോക്കി എടുക്കണോ അതോ സെർച്ച് ഇന്റന്റ് എൻറ്റിറ്റി മാത്രം നോക്കിയാൽ മതിയോ? എൻറ്റിറ്റി മാത്രം നോക്കിയാൽ മതിയോ എന്നാണ് ചോദ്യം. അഭിനവ് തന്നെ പറഞ്ഞത് ചെറുതായിട്ട് അങ്ങോട്ട് തോന്നുന്നു. ഓക്കെ, കീവേഡ് യൂസ് ചെയ്യുമ്പോൾ സെർച്ച് വോളിയം ഓർ കീവേഡ് ഡെൻസിറ്റി ചൂസ് ചെയ്യണോ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ സെർച്ച് എഞ്ചിന്റെ ഒരു എൻറ്റിറ്റി മാത്രം നോക്കിയാൽ മതിയോ എന്നാണ്. ബേസിക്കലി എപ്പോഴും നമ്മൾ എൻറ്റിറ്റി അല്ലെങ്കിൽ ഇന്റന്റ് ആണ് എപ്പോഴും നോക്കുക. അതായത് നമ്മുടെ ബിസിനസ്സിന് നമ്മളുടെ പേജിന് റിലവന്റ് ആയിട്ടുള്ള ഇന്റന്റ്, ആ കീവേഡിന്റെ ഇന്റന്റ് അനുസരിച്ച് പേജിലെ കണ്ടന്റ് ചെയ്യാന്നുള്ളതാണ് അതിലെ കാര്യം അല്ലേ സാർ? അതായത് വോളിയം എത്രയായാലും ഒരു 0 വോളിയം ഉള്ള കീവേഡിൽ നിന്നാണ് ഇപ്പൊ എന്റെ സൈറ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ട്രാഫിക് വരുന്നത്. അതിൽ വോളിയം നമുക്ക് കീവേഡ് പാനലിൽ കാണില്ല, പക്ഷെ നമുക്ക് യൂസേഴ്സ് അത് സെർച്ച് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. ഇപ്പൊ പെർപ്ലക്സിറ്റിയിലായാലും ട്രാഫിക് വരുന്നത് 0 വോളിയം കീവേഡിൽ നിന്നാണ്. അപ്പോൾ കീവേഡ് വോളിയം മാത്രമല്ല നമ്മൾ നോക്കണ്ടേ, അത് നമ്മുടെ കണ്ടന്റിൽ അല്ലെങ്കിൽ നമ്മുടെ യൂസേഴ്സിന് അത് റിലവന്റ് ആണോ എന്നാണ് നമ്മൾ നോക്കുക. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, കറക്റ്റാണ്. ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത് ഇന്റന്റ് ആണ്. നമ്മള് അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ സൈറ്റ് ചെയ്യുന്നതിന്റെ ബാക്കിൽ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ എൻറ്റയർ സൈറ്റ് കളക്ഷൻ ഓഫ് നമുക്ക് ഒരു പേജിൽ എല്ലാ പേജുകളും ചേർന്നിട്ട് നമുക്ക് തരേണ്ടത് ബിസിനസ് ആണ്. ഓക്കെ, നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞതിൽ നമ്മൾ ചില കീവേഡുകൾക്ക് റാങ്ക് ചെയ്യും. പല സൈറ്റുകളും ഇപ്പൊ ഇതിൽ തന്നെ പല അനുഭവസ്ഥരാണ്. അത് റാങ്ക് ചെയ്തിട്ട് നമ്മുടെ സൈറ്റിലേക്ക് 10,000 പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് ഒരാൾ പോലും ബിസിനസ്സായി വരുന്നില്ലെങ്കിൽ എന്ത് ഗുണമുണ്ട്? ഒരു ഗുണമില്ല. നേരെ മറിച്ച് നമ്മുടെ വെബ്സൈറ്റിൽ മാസത്തിൽ 10 പേരെ വരുന്നുള്ളൂ. ആ 10 പേരിൽ 5 പേരും നമുക്ക് ബിസിനസ് ആയിട്ട് തരുന്നുണ്ടെങ്കിലും അതാണ് വിജയിച്ച സൈറ്റ്. അതല്ലേ ആലോചിച്ച് 10,000 പേരെ കൊണ്ടുവന്ന സൈറ്റാണോ വിജയിച്ചത്, അതോ 5 ബിസിനസ് ഉണ്ടാക്കിയ സൈറ്റാണ് വിജയിച്ചത്? 5 ബിസിനസ് ഉള്ള സൈറ്റാണ്. ഇവിടെ എന്തുകൊണ്ടാണ്? അതായത് ഇവൻ ഉണ്ടാക്കിയത് ഹൈലി ഇന്റന്റ്, ഇവന്റെ ബിസിനസ് ആയിട്ട് അലൈൻഡ് ആയിട്ടുള്ള ആ ഇന്റന്റിന് അനുസരിച്ചിട്ടുള്ള ഒരു ഇതാണ് അവൻ അവിടെ ചെയ്തിരിക്കുന്നത്, ആ സൈറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റവൻ അങ്ങനെയല്ല. മറ്റവൻ സെർച്ച് വോളിയോ മറ്റൊക്കെ നോക്കി, പക്ഷെ അവന്റെ ബിസിനസ് ആയിട്ട് അലൈൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവന്റെ പരാജയപ്പെട്ടത്. പക്ഷെ ഇത് രണ്ടും വന്നു കഴിഞ്ഞാലോ ഡെഡ്ലി കോമ്പിനേഷനാണ്. അതായത് നല്ല സെർച്ച് വോളിയോയും അതോടൊപ്പം തന്നെ നമ്മുടെ ബിസിനസ് ആയിട്ട് വെൽ അലൈൻഡ് ആയിട്ട് നിൽക്കുകയും ഹൈലി ഇന്റന്റഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന കൂടി വന്നു കഴിഞ്ഞാൽ അത് ഇതായിട്ട്.
എല്ലാം നോക്കണം അവിടെ, എല്ലാം നോക്കണം. എല്ലാം നമ്മൾ ഇന്നത് മാത്രം എന്നുള്ളതില്ല. പിന്നെ ഇതൊക്കെ ഒരു ഞാൻ പറഞ്ഞത് ഇതിനകത്തൊന്നും എഴുതി വെക്കപ്പെട്ട ലിഖിത നിയമങ്ങളൊന്നുമില്ല. ഓരോന്നും ഓരോ ആൾക്കാരുടെ ഒരു ഒരു എന്താ പറഞ്ഞ, ഞാൻ പറയുന്നത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഞാൻ പൊതുവെ ബ്ലോഗുകളോ അല്ലാതെ അധികം വായിക്കാറുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് കാര്യങ്ങളൊന്നും വിഴുങ്ങാറൊന്നുമില്ല. നമുക്ക് എന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയായിരുന്നു ഞാൻ പറയും. പക്ഷെ അത് മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ടത്, നിങ്ങൾ അത് കേൾക്കുക, നിങ്ങൾ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ എടുക്കുക, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ സെർച്ച് വോളിയം നോക്കണ്ട എന്ന് ഞാൻ പറയില്ല. സെർച്ച് വോളിയം നോക്കണം, നോക്കാൻ പറ്റാവുന്ന അത്ര കാര്യങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നോക്കണം. ഇന്റന്റ് എന്തായാലും മസ്റ്റായിട്ട് നോക്കണം. സാറേ, AEO വേഴ്സസ് SEO. എന്റെ അടുത്താണോ? ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സമീം അല്ലെ? AEO വേഴ്സസ് SEO എന്നൊക്കെ പറയാറാവുന്നതായിട്ടില്ല. അത് AEOക്ക് വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങനെ സ്പെഷ്യൽ AEO എന്ന് പറഞ്ഞാലേ ആൻസർ എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. ആൻസർ അതായത് ഇപ്പോ നമ്മള് ഒരു ഇതുണ്ടല്ലോ, നമ്മള് SEO എന്നുള്ളത് ജനറൽ ആയിട്ട് AEO വേഴ്സസ് SEO എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് സമീം? AEO എന്താണെന്നാണോ അതോ അതും SEO തമ്മിലുള്ള ഡിഫറൻസ് ആണോ? അതല്ല സർ, നമ്മളിപ്പോ ഒരു സെർച്ച് എഞ്ചിൻ നമ്മൾ ഗൂഗിൾ എന്ന് പറഞ്ഞതിൽ മാറിയിട്ട് ഇപ്പൊ കൂടുതലായിട്ട് ChatGPT അല്ലെങ്കിൽ ജെമിനി അങ്ങനെ കുറച്ചും കൂടിയും നമ്മള് വേറൊരു രീതിയിലും കൂടി നമ്മൾ സെർച്ചസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ SEO എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ആ ഒരു നമ്മളൊരു സൈറ്റിലോട്ട് ചെയ്യുന്ന സമയത്ത് SEO ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ രീതിയിലോട്ട് നമുക്ക് ആ ഒരു ഇത് മനസ്സിലായി. ഞാൻ അതിനെ ഒരു ഇത് പറഞ്ഞു തരാം. ആദ്യം തന്നെ SEOന്റെ ഉള്ളിലാണ് ഇതൊക്കെ വരുന്നത്. കാരണം ഇപ്പോ ചാറ്റ് ഫീഡർ ആരാ? ചാറ്റ് ഫീഡ് ചെയ്യുന്നത് ബിങ് ആണ്. ബിങ് മൈക്രോസോഫ്റ്റ്. ഓക്കെ, അപ്പോ മൈക്രോസോഫ്റ്റിലെ ഇപ്പൊ ഒരു പർട്ടിക്കുലർ സംഭവം സമീൻ ഇവിടെ ChatGPT സെർച്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. ഈ ChatGPT ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ബിങ്ങിന്റെ ടോപ്പ് N മേ ബി ടോപ്പ് 20 or 30 or 50 വരെ പോകാം. മനസ്സിലായോ? അത്രയും റിസൾട്ടുകൾ മാത്രമാണ് ChatGPT പ്രോസസ് ചെയ്യുന്നത്. അതായത് ബിങ്ങിന്റെ മൈക്രോസോഫ്റ്റിന്റെ കയ്യിലുള്ള എല്ലാ വെബ്സൈറ്റും നോക്കില്ല. അപ്പൊ ശരിക്കും അവിടെ എഫക്റ്റീവ്ലി സംഭവിച്ചെന്താ? ഗൂഗിൾ ആണെങ്കിലും ജെമിനി ആണെങ്കിലും ചെയ്യുന്ന ഗൂഗിളിന്റെ തന്നെ ഡാറ്റയാണ്. ടോപ്പ് N റിസൾട്ട്. N എത്രയാണെന്ന് അറിയില്ല, 50 ആണെന്ന് വിചാരിക്കാം നമുക്ക്. അപ്പോ ബേസിക്കലി ഓൾറെഡി SEO പരമായിട്ട് റാങ്ക് ചെയ്യുന്ന സൈറ്റുകളാണ് ഇവരുടെ ഇൻപുട്ട് ChatGPT ആണ്. അപ്പൊ ഫസ്റ്റ് അവിടെ കിടക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇനി കുറച്ചു മുമ്പ് പറഞ്ഞു ഓർമ്മില്ലേ, ഇനി നമ്മൾ ഒരേ സമയം യൂസർക്ക് വേണ്ടി എഴുതണം, അതേപോലെ തന്നെ സെർച്ച് എഞ്ചിൻസിന് വേണ്ടി എഴുതണം, അതേപോലെ AIക്കും വേണ്ടി എഴുതണം. അപ്പൊ എന്താണ്, സെർച്ച് എഞ്ചിൻസിന് വേണ്ടി എഴുതിയാലേ നമ്മുടെ AIയുടെ അവിടേക്ക് എത്തുള്ളൂ. കാരണം സെർച്ച് എഞ്ചിൻസിന്റെ ടോപ്പ് അവർ അപ്പോഴും ആവശ്യമുണ്ട്. കാരണം ഇവരുടെ ഫീഡിങ് ഇൻപുട്സ് ഒക്കെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. കുറച്ചു കാലം കഴിയും ഇവർ ഒറ്റക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറെ കാലം കഴിയും. അത് എളുപ്പമല്ല, ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് വരും. ഇപ്പൊ ഗൂഗിളോ മറ്റവരൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല അത് സംഭവം ഉണ്ടാക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ആദ്യത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ AIയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഈ സംഭവങ്ങളിലേക്ക് എത്തുക. അവിടെ നമ്മുടെ നിലവിലുള്ള SEO എല്ലാം തന്നെ വേണ്ടി വരും. അതിനുശേഷം വരുന്നത് ഇത്തരം സംഭവങ്ങളുടെ അവര് നമ്മുടെ ഡാറ്റനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി, NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്, അത് ഇപ്പുറമുണ്ട് അപ്പുറമുണ്ട്. പക്ഷെ ഇവര് ചെയ്യുന്നത് കുറെ കൂടി കസ്റ്റമൈസ്ഡ് ആണ്. അതായത് ഇപ്പോ എനിക്ക് എന്റെ ChatGPT എനിക്ക് തരുന്നൊരു ഉത്തരമായിരിക്കില്ല സെയിം കാര്യം സെർച്ച് ചെയ്യുമ്പോൾ സമീന് തരുന്നത്. കാരണം വളരെയധികം പേഴ്സണലൈസേഷൻ ഉള്ളതായിരിക്കും നമ്മുടെ AI ബേസ്ഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ സെർച്ചും ഞാൻ ഇതുവരെ എന്റെ ChatGPTയുടെ അടുത്ത് ചോദിച്ചതിനൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോ അവിടെ എഗെയിൻ ഈ നമ്മുടെ സെർച്ച് റിസൾട്ടിലെ ഈ സൈറ്റുകളെ പ്രോസസ് ചെയ്യുമ്പോൾ എന്റെ ഇന്റന്റ്, അതായത് സമീൻ സെർച്ച് ചെയ്യുന്നത് സമീന്റെ ഇന്റന്റിനായിട്ട് അലൈൻഡ് ആയിട്ടുള്ള എഗെയിൻ അതിനനുസരിച്ചുള്ള പ്രോസസ്സിംഗ് ആണ് ഇവൻ ചെയ്യുന്നത്. ഇവൻ പൊതുവെ ChatGPT അവിടെ എന്ത് ടൈപ്പ് ചെയ്യട്ടെ, നമ്മൾ ഒരു കാര്യം അവന്റെ അടുത്ത് ചോദിച്ചാലേ നിങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കണം. ഇനി തുടങ്ങി അതൊരു ശീലമാക്കി നോക്കുക. അപ്പൊ ഇവരുടെ പ്രവർത്തനം കുറച്ച് മനസ്സിലാവും. ഈ ഒരു ഉത്തരം എനിക്ക് തരാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് നെറ്റിൽ സെർച്ച് ചെയ്തതെന്ന് തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ? ChatGPT അടുത്ത് ചോദിച്ചു നോക്ക്. എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ തിരിച്ചു ചോദിച്ചു നോക്ക്. എന്തെങ്കിലും ഒരു സംഭവം അതിന് ഉത്തരം തന്ന ശേഷം ChatGPT അടുത്ത് തിരിച്ചു ചോദിക്കാം, ആ ഒരു ഉത്തരം തരാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ്
സെർച്ച് ചെയ്തത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മിനിമം 3 or 4 കാര്യങ്ങൾ അവൻ ചർച്ച ചെയ്യും. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ മികച്ച ഒരാളെ കണ്ടെത്താനോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ചാറ്റ് അടുത്ത് ചോദിക്കുമ്പോൾ അവരൊരു ലിസ്റ്റ് തരും, ഇന്ന ആൾക്കാരാണ് അതിന്റെ മികച്ച ആൾക്കാരെന്ന് പറയും. എങ്കിൽ തിരിച്ചു ചോദിക്കുക, ഈ മികച്ച ആൾക്കാരെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് അന്വേഷിച്ചത്? നമ്മളെ നെട്ടിക്കുന്നു. നമ്മൾ ഒരാള് സെർച്ച് ചെയ്താൽ പോലും നമ്മൾ അത്ര ഇൻഡെപ്തായിട്ട് സെർച്ച് ചെയ്യില്ല. അവൻ അന്വേഷിക്കും, ഞാൻ അയാളുടെ എക്സ്പീരിയൻസിന്റെ ഇത് നോക്കി, റിവ്യൂസിന്റെ ഇത് നോക്കി, അവന്റെ കേസ് സ്റ്റഡീസ് ഉള്ള ആൾക്കാരെ നോക്കി, അതിന്റെ ഇന്നത്തുള്ള ആൾക്കാരെ നോക്കി, അവന്റെ എക്സ്പീരിയൻസ് നോക്കി, എഡ്യൂക്കേഷൻ നോക്കി, അത് നോക്കി, ഇത് നോക്കി, അവൻ മിനിമം 8-10 സെർച്ചസ് ആണ് നമുക്ക് വേണ്ടി ചെയ്യുക. അതായത് ഇവരെല്ലാം പ്രോസസ് ചെയ്യുന്നതേ നമ്മളെല്ലാം സാധാരണ ഒരു സെർച്ചില് അതിൽ നിന്ന് ഡയറക്റ്റ് ഉത്തരം കണ്ടെത്തുമ്പോൾ ഇവൻ നമ്മൾക്ക് വേണ്ടി നമ്മളുടെ സെർച്ച് ക്വറി ഒന്നാണെങ്കിൽ പോലും ഇവൻ നമ്മൾക്ക് വേണ്ടി അഡീഷണൽ 10-15 ക്വറീസ് സെർച്ച് ചെയ്ത് ആ 10-15 ക്വറീസിലെ ഏകദേശം നമ്മൾക്ക് ഇപ്പോ ഒരു 50 റിസൾട്ടാണ് ഒരു ക്വറിയിൽ ഉണ്ടെങ്കിൽ 500 റിസൾട്ടുകളെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് ആൻസർ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ സ്പീഡിലാണ് അവരുടെ കമ്പ്യൂട്ടേഷൻ. അതൊക്കെ ഇനി 10 മടങ്ങ് ഇനിയും ആവും അതിനേക്കാൾ. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമുക്ക് അതിശയിപ്പിക്കുന്ന റിസൾട്ട് ഒക്കെ നമുക്ക് കിട്ടുന്നത്. നമ്മളുടെ ഒരു ഒറ്റ സിംഗിൾ സെർച്ചിൽ നമുക്ക് അവൻ തരുന്ന അനുസരിച്ച് കിട്ടില്ല. അപ്പോ നമ്മൾക്ക് അതിനുവേണ്ടി ഒപ്റ്റിമൈസേഷൻ നമുക്ക് SEO തന്നെ ചെയ്യാനുള്ളൂ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാലും ഏരിയയിൽ പറയുന്നു, കുറേ കൂടി ഏഴ് പ്രോഗ്രാംസിനും സെർച്ച് എഞ്ചിൻസിന്റെ പ്രോഗ്രാംസിനും മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മളുടെ കണ്ടന്റുകൾ എഴുതേണ്ടത് വളരെ ആവശ്യമാണ്. അത് നേരത്തെ പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ്, സെന്റൻസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പാരഗ്രാഫുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എൻറ്റിറ്റികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഹെഡിങ്ങുകളും സബ് ഹെഡിങ്ങുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു പേരും മറ്റൊരു പേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു വ്യക്തി മറ്റൊരു തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് സൈറ്റ് സ്ട്രക്ചർ ചെയ്യുന്നത്, എഴുത്തും വരുന്നത്. അല്ലാതെ AI കൊണ്ട് നമ്മളിപ്പോ ആലോചിച്ചാൽ സ്പെഷ്യൽ ആയിട്ടൊന്നും ചെയ്യേണ്ട, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നല്ലതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് AI കേസല്ല, ഇപ്പൊ നമ്മുടെ ആൻസർ പാസേജ് എന്ന് പറഞ്ഞ ഗൂഗിളിൽ തന്നെ കിടക്കുന്നുണ്ടല്ലോ. നമ്മൾ ഒരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഡയറക്റ്റ് ഗൂഗിൾ ആൻസർ തരും. ഒരു ഫസ്റ്റ് റിസൾട്ട് മേ ബി അതായിരിക്കും, ഒരു പാരഗ്രാഫ് ആൻസറും അതിന്റെ അടിയിൽ ഒരു ലിങ്കും ആയിരിക്കും ഉണ്ടാവുക, ഡയറക്റ്റ് ആ സൈറ്റിലേക്ക് പോകാനുള്ളത്. ഇതിനെ ആൻസർ കാൻഡിഡേറ്റ് പാസേജ്, ആൻസർ പാരഗ്രാഫ്, ആൻസർ കാൻഡിഡേറ്റ് അങ്ങനെയൊക്കെ ഇതിനെ പറയുന്നത്. അത് ഗൂഗിൾ പിക്ക് ചെയ്യുന്നത് ടോപ്പ് എൻഡ് റിസൾട്ടിൽ നിന്നാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 20-30 ആണ്. ആ നമ്പർ എനിക്ക് എക്സാക്ട്ലി അറിയില്ല. ഗൂഗിൾ ടോപ്പ് എൻഡ് റിസൾട്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. 20 ആയിരിക്കാം എന്ന് ഊഹമാണ് എന്റെ. 15 20 25 ഒക്കെ ആയിരിക്കാം. എന്തായാലും ആ 25 റിസൾട്ടുകളിൽ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. അതൊരു ഡെഡ്ലി വെപ്പണാണ് പല സൈറ്റുകൾ ഉപയോഗിക്കുന്നത്. അതായത് ആ 20 റിസൾട്ടുകളിൽ, അതായത് ഒരു പർട്ടിക്കുലർ സാധനം നമ്മൾ സെർച്ച് ചെയ്തു, അപ്പൊ ആ സെർച്ച് ചെയ്തതിന്റെ ടോപ്പ് 20 റിസൾട്ടുകൾ ഗൂഗിൾ എടുത്തു. ഓക്കെ, ഈ 20 റിസൾട്ട്, 20 എന്നുള്ള ഒരു നമ്പറാണ്, ചിലപ്പോൾ 25-30 ഒക്കെ ആയിരിക്കാം. 20 റിസൾട്ടുകളിൽ ഏത് വെബ്സൈറ്റാണ് ആ ആൻസറിന്, ആ ക്വസ്റ്റിന് ഏറ്റവും ഡയറക്റ്റ്, ഏറ്റവും നല്ല ആൻസർ കൊടുത്തിരിക്കുന്നത്, ഏറ്റവും ഡയറക്റ്റ് ആൻസർ ആണ്, സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ആൻസർ കൊടുത്തിരിക്കുന്നത് ഏതാണെന്ന് നോക്കിയിട്ട് ആ സൈറ്റിനെയാണ് ടോപ്പിക് കാണിക്കണം. അതായത് ചിലപ്പോൾ അവൻ 18-ാമതായിരിക്കാം, അവന്റെ SEOന്റെ സ്കോറിങ്ങും എല്ലാം കഴിഞ്ഞ് അവന്റെ പൊസിഷൻ 18-ാമതായിരിക്കാം, ചിലപ്പോൾ 9-ാമതായിരിക്കാം, 11-ാമതായിരിക്കാം. പക്ഷെ അവന്റെ ആൻസർ, അവൻ എഴുതി അതിനുള്ളിലുള്ള അവന്റെ ഏതോ ഒരു സെന്റൻസ്, ഏതോ ഒരു പാരഗ്രാഫ് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തുകൊണ്ട് അവനെ കാണിക്കുന്നത് നമ്പർ 1 പൊസിഷനിലായിരിക്കും വിത്ത് ആൻസർ. അപ്പോ കണ്ടന്റ് എഴുതുമ്പോൾ കുറച്ച് നന്നായിട്ട് ആളുകൾക്കും മനസ്സിലാവണം, മെഷീനുകൾക്കും മനസ്സിലാവണം. അപ്പൊ അത്ര സിമ്പിൾ ആൻഡ് ഇതാക്കുക. റിലേഷൻഷിപ്പുകൾ വരികൾക്കിടയിലും ഇതിനൊക്കെ ഉള്ള അതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ഉള്ള രീതിയിലൊക്കെ ആക്കുക. മറ്റൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, മലയാളത്തിൽ എഴുതുന്ന ആളുകളുടെ അടുത്താണ് കേട്ടോ. നിലവിൽ NLP പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലേക്കൊന്നും വന്നിട്ടില്ല, മലയാളത്തിലേക്കൊന്നും ഇല്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലൊന്നും, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇല്ല. കുറച്ച് ലാംഗ്വേജ്, ഒരു 10-15 ലാംഗ്വേജുകളിലേക്ക് ഉള്ളൂ NLP പ്രോസസ്സിംഗ്. അപ്പൊ ഗൂഗിൾ അടക്കമുള്ള ടീമുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിലുള്ള കണ്ടന്റിനെ, മലയാളത്തിലുള്ള കണ്ടന്റ് ആണെങ്കിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ശേഷമാണ് NLP വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലാംഗ്വേജിനെ ആദ്യം ഒന്ന് മലയാളത്തിൽ എഴുതുന്നതാണ് പോലും ഒന്ന് ഗൂഗിളിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്ററോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്നും നോക്കിയിരിക്കുന്നതെന്നല്ല. ഗൂഗിൾ ആ വെർഷനാണ് ഗൂഗിൾ കാണാൻ പോകുന്നത്. അതൊന്ന് മനസ്സിലാക്കണം. ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോഴേ, ചിലപ്പോൾ നമ്മൾ കടികട്ടി മലയാളമൊക്കെ വേറെ രീതിയിൽ ഭയങ്കര സാഹിത്യപരമായിട്ടൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല NLPക്ക്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ AO എന്നുള്ളതിന് വേണ്ടി നമ്മൾ ഇപ്പോ ആലോചിക്കുന്ന സ്പെഷ്യൽ ആയിട്ടൊന്നും വേണ്ട. നമ്മളെ കണ്ടിട്ട് മര്യാദക്ക് സിമ്പിൾ ആൻഡ് സ്ട്രൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുക, അത്ര തന്നെ.
ഓക്കെ, നെക്സ്റ്റ് ഒരു ചോദ്യം ഉള്ളത്, സെർച്ച് വോളിയം ഇല്ലാത്ത കീവേഡ് റിസർച്ച് ടൂളുകളിൽ ഇല്ലാത്ത സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള സെർച്ചസ് എങ്ങനെയാണ് കണ്ടെത്തുക? എന്താ യൂസർ എന്നാണ് പേര്, യൂസർ MNR. ചോദ്യം വ്യക്തമായില്ല, എന്താ ഉദ്ദേശിക്കുന്നത്? സെർച്ച് വോളിയം ഇല്ലാത്ത കീവേഡുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം എവിടെയും അങ്ങനെ ഒരു കീവേഡ് ഇല്ല, പക്ഷെ ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെങ്ങനെ കണ്ടെത്തും? ഉറപ്പായിട്ടും അതിന്റെ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടിനെ തന്നെ കണ്ടെത്താൻ പറ്റുള്ളൂ. വേറെ ഒരാൾക്ക് അത് കണ്ടെത്താൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സോളാർ പാനൽസ് ഉണ്ട് അല്ലെ? സോളാർ പാനൽസ് ഉണ്ട്. അപ്പോ ഞാൻ എക്സാമ്പിൾ പറയുന്നത് വായി തോന്നിയ ഒരു എക്സാമ്പിൾ, ചിലപ്പോൾ കറക്റ്റ് ആവണമെന്നില്ല, ഞാൻ ശ്രമം നടത്തി നോക്കാം. അപ്പൊ സോളാർ പാനൽസിന്റെ കുറെ സെർച്ചസ് ഒക്കെ നമുക്ക് നെറ്റി നോക്കിയാൽ കിട്ടും. ഓക്കെ, പക്ഷേ ഇതിന്റെ ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആലോചിക്കുകയാണ്, ഈ സോളാർ പാനൽസ് ശരിക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണല്ലോ ഇത് ഇത്ര ട്രെൻഡ് ആയിരിക്കുന്നത്. പൊതുവെ ഇതിന്റെ ഒരു എഫിഷ്യൻസി പെർ ഇയർ കുറഞ്ഞു വരും. അപ്പൊ നോർമലി അതിന്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണെങ്കിൽ ഒരു 8-10 വർഷം കഴിയുമ്പോഴേക്കും ഇപ്പോൾ ഉള്ള പല സോളാർ പാനൽസിന്റെയും എഫിഷ്യൻസി ഇപ്പോൾ ഉള്ളതിനേക്കാളും വളരെ പരിതാപകരമായ താഴേക്ക് പോകും. അപ്പൊ നോർമലി ആ സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഉറപ്പായിട്ടും ഈ പഴയ സോളാർ പാനൽസ് എന്ത് ചെയ്യും? പഴയ സോളാർ പാനൽസ് ഡംപ് ചെയ്യാൻ റീസൈക്കിൾ ചെയ്യേണ്ടി വരും. അപ്പൊ അത് പൊല്യൂഷൻ ഉണ്ടാക്കും, സോയിൽ പൊല്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരാലോ. അപ്പോ നിലവിൽ ഇതൊന്നും ആരും സെർച്ച് ചെയ്യാൻ സാധ്യതയില്ല, കാരണം അത്ര ട്രെൻഡ് ആയിട്ടില്ല, അത്ര ഇതുണ്ടാവില്ല. പക്ഷെ പതുക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ആൾക്കാർ സെർച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നടത്തുന്നത്, ശരി, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആളുകൾക്കറിയാം, ചിലപ്പോൾ വല്ലപ്പോഴാണെങ്കിൽ പോലും വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് ഒരാൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒന്ന്, ഒരാൾ അന്വേഷിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒന്ന്, അതെല്ലാം ഉറപ്പായിട്ടും അതിന്റെ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട്, അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആ കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ഇൻഡെപ്ത് റിസർച്ച് നടത്തണം അവരുടെ ബിസിനസിനെ കുറിച്ച്. ഇൻഡസ്ട്രിയിലുള്ള അതിന്റെ കുറിച്ചുള്ള പെയിൻ പോയിന്റ്സുകളും എല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആ കീവേഡ്സുകൾ വരും, ഉറപ്പായിട്ടും വരും. നമ്മൾ എത്രത്തോളം റിസർച്ച് നടത്തുന്നോ അതിന്റെ കസ്റ്റമേഴ്സ് അതിന്റെ പെയിൻ പോയിന്റ്സ് എന്താണ്, എന്തൊക്കെയാണ് അവർ അന്വേഷിക്കുന്നത്, അവർക്ക് എന്തൊക്കെ വേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്തും ഇല്ലാത്ത ചില കീവേഡ്സുകൾ, ചില ടൈപ്പ് ഓഫ് സെർച്ചസ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. ഷഫ്ന ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ഷഫ്ന, അല്ല, നമ്മുടെ ബിസിനസ്സുമായിട്ട് ഇപ്പൊ കസ്റ്റമർ കെയർ ടീമിനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അവർക്ക് വരുന്ന എൻക്വയറീസ് ഒക്കെ പലതരത്തിലായിരിക്കും. അപ്പോൾ റിയൽ യൂസേഴ്സിന്റെ പെയിൻ പോയിന്റ്സ് നമുക്ക് അതിൽ നിന്നും അറിയാൻ പറ്റും. ഈവൻ സെർച്ച് എഞ്ചിനിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസും അവിടെ നിന്നും കിട്ടും എന്നൊരു സജഷൻ പറഞ്ഞത്. കറക്റ്റാണ്. അവർ ചോദിക്കുക ആ കസ്റ്റമേഴ്സിന്റെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും നമുക്കുള്ള ചില കാര്യങ്ങൾ അല്ലെ. അവര് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരാളങ്ങനെ ചോദിക്കും, ചിലപ്പോൾ നമ്മൾ 1000 പേര് വിളിച്ചപ്പോഴായിരിക്കും ചിലപ്പോൾ ആ ഒരു ചോദ്യം വന്നത്. പക്ഷെ അങ്ങനെ ചോദിക്കുന്ന ആരൊക്കെയും ഉണ്ട്. അതിന് റിസർച്ച് അതിലുണ്ടാവും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻപുട്സ് ഉണ്ടോ? എനിക്ക് തോന്നുന്നത് അഭിനവ പെയ്ഡ് ആഡിന്റെ ഗൂഗിൾ ആഡ്സ് ഫേസ്ബുക്കിൽ നിന്നും റിസോഴ്സുകളൊന്നും അവൈലബിൾ അല്ല എന്നൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വീക്ക് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എടുക്കാം. എൻ്റെ ഒരു അറിവിൽ ഓൾറെഡി നമ്മളെ സീനിയർ മെന്റേഴ്സ് ആരും പ്രസന്റ് അല്ല എന്നൊരു ഡൗട്ട് ഉണ്ട്. അഭിനവേ, ഞാനെന്നാ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ ഒരു പുതിയ ഫോർമാറ്റ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഹൗ ഡു യു ഫീൽ? ഒരു നോളജ് നിങ്ങൾക്ക് ഒരാഴ്ചയിലൊരു നോളജ് ബൈറ്റ് നിങ്ങൾക്ക് അക്വയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുകളും ചോദിക്കാം. So I think so it is more better than the last version which we done around 1.5 years അല്ലെ? ഒരു 1.5 വർഷത്തോളം നമ്മൾ ചെയ്ത മെത്തേഡിൽ നിന്ന് വലിയ വ്യത്യാസം ഇതിനുണ്ട്. അപ്പോ ഇനി ഒരു കാര്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നെക്സ്റ്റ് വീക്കില് ഏത് ടോപ്പിക്കാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് യു പീപ്പിൾ ക്യാൻ സേ, ഓക്കെ, ഏത് സബ്ജക്റ്റ് ആണ് എന്നുള്ളത് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സോ വൺ ഓഫ് ദ മെന്റേഴ്സ്, ആ മെന്റർ ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ദെൻ വി ക്യാൻ മൂവ് ഇറ്റ് ഫോർവേഡ്. ഓക്കെ,
എല്ലാവരും കഴിയുമെങ്കിൽ ലിങ്ക്ഡിനിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നതിനെ കുറിച്ച് പോസ്റ്റ് ചെയ്താൽ കൊള്ളാം. ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഫോർ അസ്. ഒരു ഡിസ്കഷൻ നടന്നു എന്നുള്ളത്. ഓക്കെ, ഗൂഗിൾ ആഡ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഐ തിങ്ക് സോ ദർ ഇസ് നോ റിസോഴ്സ് പേഴ്സൺ റൈറ്റ് നൗ ടു ആൻസർ ദാറ്റ്. ബട്ട് നിഷാദ് ഒരു കാര്യം ചെയ്തോളൂ. നിഷാദ്, യു പ്ലീസ് ഷൂട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ ടു അഭിനവ്. വി വിൽ ഗെറ്റ് ബാക്ക് ടു യു വെരി സൂൺ. ആ ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് ഷൂട്ട് ചെയ്തോളൂ. വി വിൽ ആൻസർ ഇറ്റ്. ഓക്കെ. Thank you, Shyam sir, for around 1.5 hours discussion, and thank you for the people who have asked the questions very clearly. Okay, can we have a class on advanced link building strategy? Okay, അതിനെ കുറിച്ച് ശ്യാം സാറെ അടുത്ത ആഴ്ച സംസാരിക്കാൻ പറ്റുമെങ്കിൽ it would be great. അപ്പോൾ അഭിനവിനോട് ചോദ്യങ്ങൾ പറഞ്ഞാൽ മതി. അഭിനവിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്താൽ മതി. So that questions can be curated, and we will be looking upon that very seriously. Okay, so thank you for your time, guys. Thank you very much. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അഭിനവേ. ശ്യാം സാറേ, ഷഫ്ന, നെബു, we can wind up. Okay, thank you. ശരി.